വെൽക്കം ടു ബൈബിൾ ഇൻസൈറ്റ്സ് ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ക്രിസ്തുവേശുവിന്റെ ധന്യനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ഐ എം ഡോക്ടർ ഗ്ലാഡിസ് മാത്യൂസ് ഫ്രം ബാംഗ്ലൂർ. വിശുദ്ധ വേദപുസ്തകം ശ്രദ്ധയോടെ വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന ഒരാൾക്ക് സ്വാഭാവികമായും ഉണ്ടാകുന്ന ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കും വേദപുസ്തക അടിസ്ഥാനത്തിൽ തന്നെ ഉത്തരം കണ്ടെത്തുക എന്നുള്ളതാണ് ഈ സെഷനിൽ കൂടി ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. പ്രശസ്ത ഹീബ്രു ബൈബിൾ സ്കോളറും വേദ അധ്യാപകനുമായ ഡോക്ടർ ബാബു ജോൺ വേട്ടമല സർ ഇങ്ങനെയുള്ള നമ്മുടെ ചോദ്യങ്ങൾക്ക് വേദപുസ്തക അടിസ്ഥാനത്തിൽ തന്നെ ആധികാരികമായി മറുപടി തരുവാൻ ഇന്നും നമ്മുടെ മധ്യയുണ്ട്. വെൽക്കം ടു ദിസ് സെഷൻ സർ. സർ, കഴിഞ്ഞ എപ്പിസോഡുകളിൽ നിന്നും വളരെയധികം ചോദ്യങ്ങൾ നമുക്ക് വന്നിട്ടുണ്ട്. പ്രേക്ഷകർ അതിന്റെ ഉത്തരങ്ങൾക്കായി കാത്തിരിക്കുകയാണെന്ന് കരുതുന്നു. ആദ്യത്തെ ചോദ്യം മത്തായി സുവിശേഷം 19-ാം അധ്യായം 11-12 വാക്യത്തെ ആസ്പദമാക്കിയിട്ടുള്ളതാണ്. യേശു കർത്താവും തന്റെ ശിഷ്യന്മാരും തമ്മിലുള്ള ഒരു സംഭാഷണമാണ്. ശിഷ്യന്മാർ യേശുവിനോട് സ്ത്രീയെ സംബന്ധിച്ച് മനുഷ്യന്റെ അവസ്ഥ ഇങ്ങനെയെങ്കിൽ വിവാഹം കഴിക്കുന്നത് നന്നല്ല എന്ന് പറഞ്ഞു. അതിനുത്തരമായി യേശു, വരം ലഭിച്ചവരല്ലാതെ എല്ലാവരും ഈ വചനം ഗ്രഹിക്കുന്നില്ല. അമ്മയുടെ ഗർഭത്തിൽ നിന്ന് ഷണ്ണന്മാരായി ജനിച്ചവരുണ്ട്, മനുഷ്യർ ഷണ്ണന്മാരാക്കിയ ഷണ്ണന്മാരും ഉണ്ട്. സ്വർഗരാജ്യ നിമിത്തം തങ്ങളെ തന്നെ ഷണ്ണന്മാരാക്കിയ ഷണ്ണന്മാരും ഉണ്ട്. ചോദ്യം ഇതാണ്: ഈ വചനത്തിൽ വരം ലഭിച്ചവർ എന്ന് പറയുന്നവർ ആരാണ്? കൂടാതെ 3 തരം ഷണ്ണന്മാർ, അതായത് ജന്മനാ ഷണ്ണന്മാർ, മനുഷ്യർ ഷണ്ണന്മാരാക്കിയ ഷണ്ണന്മാർ, സ്വർഗരാജ്യ നിമിത്തം തങ്ങളെ തന്നെ ഷണ്ണന്മാരാക്കിയ ഷണ്ണന്മാർ, ഇതിന്റെ വിശദീകരണം എന്താണ്? താങ്ക് യു മാം ഫോർ ദ ക്വസ്റ്റ്യൻ. ചോദ്യകർത്താവും വളരെ നന്ദിയും പ്രശംസയും അർഹിക്കുന്നുണ്ട്. നമ്മൾ ഇതിന്റെ മറുപടി പറയുമ്പോഴാണ് ഈ വലിയ ചോദ്യത്തിന് ചെറിയ ഉത്തരം, ചെറിയ ചോദ്യത്തിന് വലിയ ഉത്തരം എന്നൊരു പറച്ചിലുണ്ടല്ലോ. ഇതിപ്പോ ചെറിയ ചോദ്യത്തിന് വലിയ ഉത്തരമാണ് നമുക്ക് കൊടുക്കേണ്ടി വരുന്നത്. മീൻസ് ദി ആൻസർ ഈസ് മച്ച് 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 ലാർജർ ദാൻ ദ ക്വസ്റ്റ്യൻ ഇറ്റ്സെൽഫ്. Maybe the questioner, the person who asked the question, wouldn't have imagined that his question is going to be so profound and so wide and large. ഇത്രയും ഒരുപാട് ദൈർഘ്യമായൊരു മറുപടിയാണെന്നുള്ളത് ചോദ്യകർത്താവ് ഒരുപക്ഷെ പ്രതീക്ഷിച്ച് കാണത്തില്ല. മോം ഇന്റർനാഷണൽ പറഞ്ഞ പോലെ നമ്മൾക്ക് വിശുദ്ധ വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിലെ മറുപടിയുള്ളൂ. ഞാനെന്ത് ചിന്തിച്ചു, മനസ്സിലാക്കി, അല്ലെങ്കിൽ ഏതൊരു ശാസ്ത്രി എന്ത് പറഞ്ഞു, ഒരു പുസ്തകത്തിൽ വായിക്കാനിടയായത്, വേദശാസ്ത്രികളുടെ ഇടയിലുള്ള പറച്ചിലെന്താണ്, ഇങ്ങനെയുള്ള മറുപടി നമ്മളുടെ ഇല്ല. തിരുവഴുത്തെന്ന് പറയുന്നത് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. The other thing you told that I am a Hebrew scholar. ഈ സ്കോളർഷിപ്പ് എന്ന് പറയുന്നത് അത് ആർബിട്രറിയാണ്. പക്ഷെ ഞാൻ പറയുന്ന കാര്യങ്ങൾ ഹീബ്രു ബൈബിളിൽ അങ്ങനെ ഉണ്ടോ എന്ന് ഒരാൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. എനിവേ, ഹീബ്രു ഇല്ലെങ്കിൽ നമുക്ക് ഇതിന് ആൻസറും ഇല്ല. അപ്പോൾ അതിൽ ഒന്നാമത്തെ കാര്യം ഈ 3 തരം ഷണ്ണന്മാർ എന്നുള്ള വിഷയമാണ്. അതാണ് ഇതിനകത്തെ പ്രോബ്ലം, ഇതിനകത്ത് ബോൺ ഓഫ് കണ്ടൻഷൻ എന്ന് പറയുന്നത്. അറ്റ് ദ സെയിം ടൈം വരം ലഭിച്ചവർക്ക് മനസ്സിലാകത്തുള്ളൂ എന്ന് പറഞ്ഞല്ലോ. ഇതെല്ലാവർക്കും മനസ്സിലാകത്തില്ല. ഇതും ആർക്ക് മനസ്സിലാവണമെന്ന് ദൈവം തീരുമാനിക്കുന്നു, അവർക്ക് മനസ്സിലാവും. ഇനിയോ ഒരാൾക്ക് മനസ്സിലാകണമെന്ന് ദൈവം തീരുമാനിക്കുന്നില്ലെങ്കിൽ അവർക്കൊണ്ട് മനസ്സിലാകത്തുമില്ല. ഞാൻ ഇവിടെ രാവുകൾ തൊണ്ട കയറി പറഞ്ഞാൽ ഒരക്ഷരം ഒരാൾക്ക് മനസ്സിലാകാൻ പോകുന്നില്ല ഈ വിഷയത്തെ പറ്റി. ഇത് മാത്രമല്ല, ബൈബിൾ റിലേറ്റഡ് ഏത് ചോദ്യങ്ങളുടെ പ്രത്യേകത ഏതാണ്? അപ്പൊ ചോദിക്കും, ദൈവം എന്തുകൊണ്ടാണ് എല്ലാവർക്കും അങ്ങ് മനസ്സിലാക്കാൻ വരം കൊടുക്കാത്തത്? ഇത്രയേ ഉള്ളൂ. ഈ മഹാജ്ഞാനിയായ ശലോമോൻ പറഞ്ഞൊരു കാര്യം നമ്മൾ കഴിഞ്ഞ ഒരു പ്രാവശ്യം പറഞ്ഞായിരുന്നു. തിരുവചനത്തിലെ അത്ഭുതങ്ങളെ കാണാൻ എൻ്റെ കണ്ണുകളെ തുറക്കണം. അല്ലേ? യഹോവേ അരുളി ചെയ്യണമേ, അടിയൻ കേൾക്കുന്നു. The word Adonai ki somaya abdeka. അങ്ങനെയാണ് എൻ്റെ ഒറിജിനൽ ഹീബ്രുവിൽ എന്ന് പറയുമ്പോൾ, ഈ അടിമത്തം നിലനിന്ന കാലത്ത്
അടിമ ഇങ്ങനെ യജമാൻ എന്ത് പറയുമെന്ന് കേൾക്കാൻ വേണ്ടി കാതോർത്ത് കിടക്കുക. The very first moment he listens to, he hears a command. That very moment he acts. യജമാൻ എന്തെങ്കിലും പറയുന്നുവെന്ന് നോക്കിയിരിക്കുക, പറഞ്ഞ മൊമെന്റിൽ അയാൾ ആക്ട് ചെയ്യാൻ തയ്യാറാണ്. ആ അടിമയുടെ മനോഭാവത്തോടെ ദൈവസന്നിധിയിൽ വന്നിട്ട് The word Adonai, കർത്താവേ അരുളി ചെയ്യണമേ, കി സോമയാ അബ്ദേക്കാവുന്നത് ഞാൻ അങ്ങയുടെ അടിമയാണ്, ഞാൻ അങ്ങയുടെ അടിമയാണ്, അങ്ങയുടെ അടിമയായ ഞാൻ അങ്ങ് പറയുന്നത് കേൾക്കാൻ തയ്യാറാണ്. ഈ ആറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ ഈ വരം ലഭിച്ചവർ എന്ന് പറയുന്നത്, അവരാണ് വരം ലഭിച്ചവർ. പക്ഷെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കുറെ അങ്ങോട്ട് പഠിച്ചു കഴിയുമ്പോൾ ഉണ്ടല്ലോ, കുറെ അങ്ങോട്ട് പഠിച്ചു കഴിയുമ്പോൾ ഈ അറിവ് ചീർക്കുന്നു എന്ന് പറഞ്ഞ ആ ഒരു സംഗതി വരും. ഈ സെക്യുലർ ഫീൽഡിൽ അത് അക്സെപ്റ്റബിൾ ആ, സമ്മതിച്ചു. ഇപ്പം നമ്മൾ രണ്ടുപേരും സെക്യുലർ ഫീൽഡിൽ വർക്ക് ചെയ്തില്ലേ, സെക്യുലർ ഫീൽഡിൽ വരുമ്പോൾ ഒരാളുടെ അക്സെപ്റ്റൻസ് പറഞ്ഞാൽ അയാൾക്ക് എന്തുമാത്രം ക്വാളിഫിക്കേഷൻ ഉണ്ടെന്നുള്ളതാണ്. അയാളുടെ അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ട്, അയാൾ എന്തുമാത്രം ക്വാളിഫിക്കേഷൻ അക്വയർ ചെയ്തത്, അത് മാത്രമേ ഉള്ളൂ സെക്യുലർ ഫീൽഡിൽ നമ്മുടെ യോഗ്യതയായിട്ട് കാണുന്നത്. നമ്മുടെ പ്രൊമോഷൻ ആണെങ്കിലും സാലറി റൈസിനാണെങ്കിലും നമ്മൾ ഏതെല്ലാം പോർട്ട്ഫോളിയോ ഫില്ലപ്പ് ചെയ്യണം, ഇതെല്ലാം തീരുമാനിക്കുന്നത് നമ്മുടെ അക്കാഡമിക് ക്വാളിഫിക്കേഷൻസ് ആണ്. നമ്മുടെ അക്സെപ്റ്റൻസ് നമ്മുടെ അക്കാഡമിക് ക്വാളിഫിക്കേഷൻ ആണ്. ഇപ്പം റിസർച്ച് സ്കോളറായ ഒരു അധ്യാപകൻ ഒരു കാര്യത്തെ പറ്റി അഭിപ്രായം പറയുമ്പോൾ, ഇപ്പം റിസർച്ച് ഡിഗ്രി ഇല്ലാത്ത ജസ്റ്റ് പോസ്റ്റ് ഗ്രാജുവേഷൻ മാത്രമുള്ള ഒരു അധ്യാപകൻ അത് കേട്ടേ പറ്റത്തുള്ളൂ. Because the other guy is a research scholar. This person is only a postgraduate. അപ്പോൾ ഈ അക്കാഡമിക് ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ വലിയൊരു സംഭവമാണ്. അപ്പം ഇതേ ആറ്റിറ്റ്യൂഡ് നമ്മൾ ബൈബിൾ പഠിക്കാൻ പറ്റുന്നു. ആദ്യം നമ്മൾ വേദപുസ്തകമൊക്കെ പഠിക്കണമല്ലോ എന്ന് കണ്ട് ഇവിടെ ഒരു കൊച്ചു ബൈബിൾ കോളേജ് ചെല്ലുമ്പം അവർ നമുക്ക് ഒരു വർഷത്തെ ഒരു CTH തരും. അപ്പം നമ്മുടെ കൂടെയുള്ള ആളിനെയൊക്കെ നമ്മൾ ഇച്ചിരി മുഴുക്കുന്ന അവൻ വെറും ഊപ്പ പള്ളി കൊടുത്തിവിടെ ഞാൻ CTH ഇല്ലയോ, നമ്മുടെ കൂടെയുള്ള പുള്ളി എന്താ പറയുക, പുള്ളി പോയി DTH എടുക്കും. ഇവൻ വെറും സർട്ടിഫിക്കറ്റ്, ഞാൻ ഡിപ്ലോമ. അപ്പൊ ഞാനെന്ത് പോയെന്ന് പറഞ്ഞാൽ BTH എടുക്കും. പിന്നെ മറ്റേ പുള്ളി പോയി BD എടുക്കും. അത് കുറെ കൂടെ വലിയ സാധനം, കയ്യിലെന്നേ ഉള്ളു. വേറെ കാര്യം, ഞാൻ വിടുമോ, ഞാൻ MTH എടുക്കും. മറ്റേ പുള്ളി MTക്ക് പോകും. അപ്പം ഇങ്ങനെ പഠിച്ചു പോകുമ്പം ഈ സെക്യുലർ ഫീൽഡിൽ നിന്ന് കിട്ടുന്ന അതേ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടല്ലോ, നമുക്ക് ഇതെല്ലാം അറിയാം, കഴിയും, പഠിച്ചിട്ടുണ്ട് എന്നുള്ളൊരു ധാരണ ഉണ്ടല്ലോ. ഈ അറിവ് നമ്മളെ ചേർപ്പിക്കുന്നു. അങ്ങനെ വരുമ്പം തിരുവഴുത്തിന്റെ മർമ്മങ്ങൾ നമുക്ക് പൊരുൾ തിരിച്ചു കിട്ടത്തില്ല. എന്നും വല്ല സായിപ്പും എഴുതിയ പുസ്തകം മറിച്ച് നോക്കി, ആ സായിപ്പ് ഇങ്ങനെ പറഞ്ഞു, മറ്റേ സായിപ്പ് ഇങ്ങനെ പറഞ്ഞു, മറിച്ചേ സായിപ്പ് ഇങ്ങനെ പറഞ്ഞു അല്ലാതെ, ഞാൻ ഈ വെള്ളക്കാരെ പറ്റി പറയുമ്പം ഈ കോണ്ടക്സ്റ്റിൽ സായിപ്പ് എന്നോ അതൊരു ഇച്ചിരി ഡിറോഗേറ്ററി ടേമാണ് കേട്ടോ. അത് പറയാനുള്ള പ്രധാന കാരണം അവരുടെ അഹങ്കാരമാണ്. വേദപുസ്തക കാര്യങ്ങളെ പറ്റി പറയുമ്പോൾ അവർക്കുള്ള ഒരു സ്വതസിദ്ധമായ ഒരു അഹങ്കാരമുണ്ട്. ഇത് മുഴുവൻ ഞങ്ങൾ പഠിച്ചു വെച്ചിരിക്കുകയാണ്, ഞങ്ങളുടെ MTHനകത്ത് സകലത ഉണ്ടെന്നുള്ളൊരു ധാരണ. അതുകൊണ്ടാണ് ഞാൻ ഡിറോഗേറ്ററി ആയിട്ട് സായിപ്പ് എന്ന് പറയുന്നത്. അപ്പം പറ്റുന്ന കുഴപ്പം, നമുക്ക് ഇത് മനസ്സിലാകത്തില്ല തിരുവഴുത്ത്. ഏതാ ഈ സെക്യുലർ ഹയർ എഡ്യൂക്കേഷൻ കൊണ്ട് സെക്യുലർ പോലുള്ള ഹയർ എഡ്യൂക്കേഷൻ നമുക്ക് മനസ്സിലാകത്തില്ല. അതുകൊണ്ടാ അവർ തൃക്കാൽക്കലിരുന്നു തിരുവചനങ്ങളെ പ്രാപിച്ചു എന്ന് പറയുന്നത്. അവർ തൃക്കാൽക്കലിരുന്നു. അപ്പം ഈ വലിയ വലിയ ക്വാളിഫിക്കേഷൻ ഉള്ള ആളുകൾ ഈ സംഭവം എടുക്കും. സംഭവം എടുത്തിരുന്നറിയാമോ, ഈ വ്യാഖ്യാന ശാസ്ത്രം എന്നൊരു സാധനമുണ്ട്, ഹെർമിനോട്ടിക്സ് എന്ന് പറയുന്നത്. വ്യാഖ്യാന ശാസ്ത്രം, ഈ വ്യാഖ്യാന ശാസ്ത്രം പറയുന്ന അനുസരിച്ച് ഈ സംഗതി അങ്ങോട്ട് വിഭജിക്കും. വിഭജിച്ച് കഴിയുമ്പോൾ അതിഭയങ്കരമായ ആശയങ്ങൾ ഉണ്ടാവും. അപ്പൊ ഈ പറയുന്ന ആള് തിയോളജിയിൽ ഡോക്ടറേറ്റ് ഉള്ള ആളായതുകൊണ്ടും അല്ലെങ്കിൽ MTH MD ഉള്ള ആളായതുകൊണ്ടും അതിഗംഭീരമായ ഭാഷയിൽ
എന്തോ ഇടിവെട്ട് ഭാഷ എന്തൊരു ഇത് ഇടിവെട്ട് വരുവാന്നോ കടൽ എരമ്പി വരുവാന്നോ ഒന്നും നമുക്ക് പിടികിട്ടത്തില്ല. സംസ്കൃതമാണെന്നോ നമുക്ക് ഒരു പിടിച്ച ചില ആണെങ്കിൽ സംസ്കൃതമാണ് കൂടുതലും, മലയാളം കുറച്ചേ ഉള്ളൂ. മലയാളത്തിൽ പ്രസംഗമാണ് കാച്ചുന്നത്. അപ്പം ഇത് കേട്ട് ഈ പറയുന്നത് കേട്ട് സാധാരണക്കാർ വരുള്ളൂ. എന്നാൽ ഈ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ഇവിടെ പറഞ്ഞ ഈ വേദഭാഗത്തിൽ ഉദ്ദേശിച്ചിരിക്കുന്ന അർത്ഥവും തമ്മിൽ പലപ്പോഴും ബന്ധമില്ല. അപ്പോൾ നമ്മുടെ വ്യാഖ്യാനങ്ങൾ വരുന്ന ഒരു കാര്യം ഞാൻ പറയാൻ പോവാം. ഒന്ന്, ഈ ദൈവസന്നിധിയിൽ വരാൻ പാടില്ലാത്ത അശുദ്ധന്മാരുടെ ഒരു ലിസ്റ്റ് പിന്നെ ലേവ്യ പുസ്തകം 21-ാം അധ്യായം പറഞ്ഞിട്ടുണ്ട്. ഇവരൊക്കെ അശുദ്ധന്മാരാണ്, ദൈവസന്നിധിയിൽ വരരുതെന്ന് ലിസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. അതിങ്ങോട്ട് ഡ്യൂട്രോണമി ആയപ്പോഴേക്കുണ്ടല്ലോ, ആവർത്തന പുസ്തകം 23-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിലായപ്പോഴേക്ക് ഷണ്ണൻ ദൈവസന്നിധിയിൽ വരരുത്. He should not come to the presence of God. ദൈവസന്നിധിയിൽ വരികയേ പാടില്ല എന്ന് ആവർത്തന പുസ്തകത്തിൽ മോശ എഴുതി വെച്ചു. ഫെയർ ഇനഫ്. ഓക്കെ, അപ്പൊ നമ്മൾ ആവർത്തന പുസ്തകം നമ്മുടെ വചനത്തിന്റെ ജ്ഞാനമാണ് ഞാൻ പറയാൻ പോകുന്നത് കേട്ടോ. ആവർത്തന പുസ്തകത്തിലാണ് അങ്ങനെ ഉണ്ട്. അപ്പൊ അങ്ങനെ ഇരിക്കെ പിന്നെ നമ്മൾ പുതിയ നിയമ വിശ്വാസികളല്ലേ, നമ്മൾ പുതിയ നിയമമില്ല, പഴയതെല്ലാം കഴിഞ്ഞു കണ്ടാലും സർവ്വതും പുതിയതായിരിക്കുന്നുള്ളത്. അപ്പൊ പുതിയ നിയമത്തിൽ വന്നപ്പം നമ്മൾ ഈ അപ്പോസ്തല പ്രവൃത്തികളിൽ ഒരു ഷണ്ണനില്ലയോ ദൈവസന്നിധി വരുന്നു. ആ പുള്ളി എത്യോപ്യ രാജ്ഞിയുടെ പിന്നെ ഷണ്ണന, അവരുടെ പിന്നെ കാര്യവിചാരൻ പിന്നെ ഭണ്ഡാര വിചാരകൻ എന്ന് പറയുന്നത്. ഭണ്ഡാര വിചാരം എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും കുറേ ഭണ്ഡാരമെല്ലാം കൂട്ടി വെച്ചിട്ട് ഇവരത് നോക്കിയിരിക്കുകയാണെന്ന്. വേദോസ്തവത്തിന്റെ പഴയ ഭാഷയാണ്. അപ്പൊ ഈ പുള്ളി യെരുശലേമിൽ നമസ്കരിക്കാൻ വരുന്നു. സമയത്ത് തീർച്ചയായിട്ടും നമസ്കരിക്കാൻ വന്നു. ഇവനോട് വന്നപ്പം യെരുശലേം ദേവാലയത്തിനകത്ത് കയറാൻ പാടില്ലാത്ത ആളുകളുടെ ലിസ്റ്റ് അവിടെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. ഇന്ന ഡിഫക്റ്റ് ഉള്ള ആളുകൾ കയറരുത്. ഇനി അഥവാ കയറി അവനെ കൊല്ലും, അത് എഴുതിയിട്ടുണ്ട്. യു വിൽ ബി കിൽഡ്. പിടിച്ചിറക്കി 2 അടിയും കൊടുത്ത് വിടത്തൊന്നുമില്ല, ഡെഡ് ബോഡി അവിടുന്ന് കൊണ്ടുപോകുന്നു. അത്ര സ്ട്രിക്റ്റ് ആണ് ആ കാര്യം. അപ്പം ഷണ്ണൻ ഇങ്ങനെ വരുന്നു, പുള്ളി ലിസ്റ്റ് വായിക്കുന്നു. ഷണ്ണൻ കയറാൻ പറ്റത്തില്ല. നിരാശയോട് അല്ലെങ്കിൽ ഇങ്ങനെ എനിക്ക് എന്തെങ്കിലും ഗുണമുണ്ടെന്ന് നോക്കിയപ്പോൾ അവിടെ യെശയ്യാ പ്രവാചകന്റെ ഒരു പുസ്തകം ഇരിക്കുന്നു. എന്നാൽ അതെങ്കിലും ആയിട്ടുള്ള കാശ് കൊടുത്ത് അത് മേടിച്ചോണ്ട് ഇതെല്ലാം തേരയില്ലെന്ന് വായിച്ചോണ്ട് പോവുക. ഒന്നും മനസ്സിലാകുന്നില്ലെന്ന് പറയാൻ കാരണം ഫിലിപ്പോസ് അടുത്ത് ചോദിച്ചു, നിനക്ക് വല്ലതും മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ പുള്ളി പറഞ്ഞു, ഒരുത്തൻ പോരോ തിരിച്ചറിയ തരാഞ്ഞാല് എങ്ങനെ ഗ്രഹിക്കും? ആ ഫിലിപ്പോസ് അകത്ത് കയറി പൊരുൾ തിരിച്ചു കൊടുത്തു. ഷണ്ണൻ കുറച്ച് കഴിഞ്ഞപ്പം ഇതാ വെള്ളം, ഞാൻ സ്നാനം എടുക്കുന്ന തടസ്സം ചോദിച്ചു. സ്നാനപ്പെട്ടു. ഫിലിപ്പോസിനെ പരിശുദ്ധാത്മാവ് അവിടുന്ന് മാറ്റി. ഷണ്ണൻ സന്തോഷത്തോടുകൂടി തിരികെ പോയി. അപ്പം പഴയ നിയമം നിന്നെ അകത്ത് കയറ്റാൻ അനുവദിക്കുന്നില്ല എങ്കിൽ നിനക്ക് വേണ്ടി സ്വർഗം നേരിട്ടിറങ്ങുന്ന വേറൊരു പദ്ധതി പുതിയ നിയമത്തിലുണ്ട്. മനസ്സിലായോ? ദൂത് കിട്ടിയോ മാമനെ? പഴയ നിയമം നിന്നെ അനുവദിക്കുന്നില്ല, നിനക്ക് പ്രവേശനമില്ല. ആരാധിക്കുവാൻ നീ ആഗ്രഹിച്ച് ദൂരെ നിന്ന് വന്നതാണ്. ദൈവത്തിലെ നിനക്ക് വേണ്ടി സ്വർഗത്തിലൊരു വലിയ പദ്ധതി ഇന്ന് പകൽക്കാലമുണ്ട്. ഇത്തരം പറഞ്ഞു കഴിഞ്ഞാൽ ദൂത് ക്ലിയർ ആയി കഴിഞ്ഞു. ഇനി ആത്മാവിലാകത്തെ ആ തൂണും കുറ്റിയും കല്ലും കസേരം പോലും ആത്മാവിലായി പോകും. അത്ര ഗംഭീര പ്രസംഗമാണ്. ഇതിന് ഇപ്പം ഈ എൻ്റെ ഒരു അനോട്ടേറ്റഡ് ഇംഗ്ലീഷ് പറഞ്ഞാൽ നോൺസെൻസ് ടു എ സർട്ടൻ എക്സ്റ്റെന്റ് ഈസ് ടോളറബിൾ, ബട്ട് ദിസ് ഈസ് ടു മച്ച് എന്ന് പറയാം. നോൺസെൻസ് ടു എ സർട്ടൻ എക്സ്റ്റെന്റ് ഈസ് ടോളറബിൾ. ഈ മണ്ടത്തരങ്ങള് സഹിക്കാൻ പോട്ടെന്ന് വെക്കാം, പക്ഷെ ഇത് കുറച്ച് കടന്ന മണ്ടത്തരമാണ്.
കാരണം ഈ വലിയ ക്വാളിഫിക്കേഷനുള്ള ആളുകൾ ഉം. തിയോളജിയിൽ PhD ആണെന്നും അമേരിക്കയിൽ എടുത്തെന്നും അമേരിക്ക ശുശ്രൂഷിക്കുന്നു പറയുന്ന ആളുകളാണ് എന്ത് ചെയ്യുന്നത് ഈ കാച്ചുന്നത്. അപ്പൊ അതിനപ്പുറം എന്തെങ്കിലും ഉണ്ടോ? ഒരു തിയോളജിയിൽ PhD ഉള്ള ഒരാള് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പാവപ്പെട്ടവന് അതിനപ്പുറത്ത് എന്തെങ്കിലും കേൾക്കാനുണ്ടോ? ഇല്ലല്ലോ. ഇവിടെയാണ് നമ്മുടെ പഴയ പല്ലവിയിലേക്ക് വരുന്നത്. നമ്മുടെ എല്ലാ ക്ലാസ്സിലുള്ള പഴയ പല്ലവി ഉണ്ടല്ലോ. വിശുദ്ധ വേദപുസ്തകം എഴുതിയത് മലയാളത്തിലും ഇംഗ്ലീഷിലും ഗ്രീക്കിലും അല്ല. അത് നമ്മൾ അംഗീകരിച്ചേ പറ്റത്തുള്ളൂ. പൗലോസിന്റെ സഭാലേഖനങ്ങളിലും മറ്റു പുസ്തകങ്ങളും ഗ്രീക്കിലല്ല എഴുതിയ എന്ന സത്യം നമ്മൾ അംഗീകരിച്ചേ പറ്റത്തുള്ളൂ. ഇത് നമ്മൾ അംഗീകരിക്കത്തോളം കാലം വിശുദ്ധ വേദപുസ്തകം അതെങ്ങനെ എഴുതിയിരിക്കുന്നു, അതിലെന്തുദ്ദേശിക്കുന്നു, ആ അർത്ഥത്തിൽ പൊരുൾ തിരിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയത്തില്ല. That's the first thing to understand. And the second thing, വിശുദ്ധ വേദപുസ്തകത്തിന്റെ 66 പുസ്തകങ്ങളും 66 ഐലൻഡ്സ് അല്ല, ദ്വീപുകളല്ല. ഓരോ പുസ്തകവും മറ്റൊന്നുമായി കണക്റ്റഡ് ആണ്. മീൻസ് ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള പുസ്തകങ്ങളെ കണക്ട് ചെയ്യുന്ന ഒരു സെൻട്രൽ കണക്ടിങ് ലൈൻ ഉണ്ട്. ഞങ്ങളതിന് പറയാറുണ്ട്, ഏതിൽ നിന്നൊരു നദി പുറപ്പെട്ടു, അത് 4 ശാഖകളായിട്ട് പിരിഞ്ഞു. ആ നദി അവസാനം വന്ന് വെളിപ്പാട് പുസ്തകത്തിലാണ് നിൽക്കുന്നത്. ആ നദിയുടെ പുറകെ നിങ്ങൾ പോകാമെങ്കിൽ 66 പുസ്തകങ്ങളും തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കാം. ഈ വിശുദ്ധ വേദപുസ്തകം വായിക്കുന്ന 4 ലെവൽസിലാണ് വായിക്കേണ്ടതെന്ന് പറയും. ഇതിന്റെ പഷാറ്റ് ലെവലിൽ നിന്നും, റെനഷ് ലെവലിൽ നിന്നും, ഡാർഷൻ ലെവലിൽ നിന്നും, സോഡ് ലെവലിൽ നിന്നും 4 ലെവൽസിലാണ് വായിക്കേണ്ടത്. നമ്മൾ ബൈബിൾ ക്ലാസ്സിൽ സിസ്റ്റമാറ്റിക് ബൈബിൾ സ്റ്റഡി ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന ഒരു സംഗതിയാണ്. ഇവിടെ നമുക്കത് പറയാനോ പറഞ്ഞെങ്കിലും എത്തിക്കാൻ കഴിയുന്നൊരു കാര്യമല്ല. ഓക്കെ, സോ വാട്ട് ആർ സബ് ടു ദാറ്റ്സ് എ ഡിഫറെന്റ് മാറ്റർ. എങ്ങനെ വായിക്കാം എന്നുള്ളത് ഒരു ഡിഫറെന്റ് മാറ്ററാണ്. Okay, so what I'm trying to drive home to you, ഈ വേദപുസ്തകത്തിന്റെ സെക്കൻഡ് ലെവൽ ഓഫ് റീഡിങ്ങിന് നമ്മൾ ഈ റെനേഷ് ലെവൽ എന്ന് പറയും. ഒരു കാര്യത്തിന് മറ്റൊരു ഭാഗമായിട്ട് എന്താ ബന്ധമുള്ളത്? ഒരു കാര്യം ഒരു പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നു, ഈ കാര്യത്തിന്റെ ഫർദർ എക്സ്പ്ലനേഷനോ അല്ലെങ്കിൽ അതിനെപ്പറ്റിയുള്ള നെക്സ്റ്റ് ലെവലോ വേദപുസ്തകത്തിന്റെ വേറൊരു പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ് എൻ്റെ ഓർമ്മ. പുത്രനിൽ വിശ്വസിക്കുന്നതിന് നിത്യജീവനുണ്ട്, സംശയമില്ല. അത് സുവിശേഷങ്ങളാണെങ്കിൽ നമ്മൾ റോമാലേഖനത്തിൽ വരുമ്പോൾ സൽപ്രതിപത്തിക്ക് സ്ഥിരത പൂണ്ട് നീതിയും മാനവും അക്ഷയതയും അന്വേഷിക്കുന്നവർക്ക് നിത്യജീവൻ. അപ്പം നെക്സ്റ്റ് ലെവൽ വന്നു. ഏതുപോലെ നമ്മൾ കുഞ്ഞിനെ കൊണ്ട് കിൻഡർ ഗാർഡനിൽ ചേർത്തു, വിദ്യാഭ്യാസം തീർന്നോ? തീർന്നില്ല. ഇനി കിടക്കുക 12 വർഷം സ്കൂൾ എഡ്യൂക്കേഷൻ തന്നെ. ഇതുപോലെയാണ് ബൈബിള്. ഒരു ഭാഗത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഒരു അപ്ഗ്രേഡിങ് അടുത്ത ഒരു ഭാഗത്തുണ്ട്. ഇനിയും ആവർത്തന പുസ്തകം കൊണ്ട് നമ്മുടെ ബൈബിൾ അവസാനിക്കുന്നിരിക്കട്ടെ. ആവർത്തന പുസ്തകം കൊണ്ട് ബൈബിൾ അവസാനിക്കില്ല. ഷണ്ണന് ഒരിക്കലും ദൈവസന്നിധി വരാൻ പറ്റത്തില്ല. ഒരിക്കലും ദൈവസന്നിധി വരാൻ പറ്റത്തില്ല. ഇനി അടുത്തത് അവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദം, അത് പെറ്റ്സുവ എന്ന വേർഡാണ്. PETZUA, പെറ്റ്സുവ. പെറ്റ്സുവ എന്ന വേർഡിന്റെ അർത്ഥം, ഒന്ന്, ബൈ ബർത്ത് ഹീസ് എ യൂനക്. ബൈ ബർത്ത്, അമ്മയുടെ വയറ്റിൽ ജനിച്ചപ്പോൾ തന്നെ ഷണ്ണന. ഇനി 2, ഇവനെ വിലക്ക് വിറ്റു.
നോർമലായിട്ട് ജനിച്ചൊരു ബോയ് ആണ്, ഉം, ഹെൽത്തിയാണ്, അവൻ്റെ വിലയ്ക്ക് വിറ്റു. ഉം, വിലയ്ക്ക് വിറ്റപ്പം അവനൊരു അടിമയായിട്ട് എന്നും ജീവിക്കണം. ഉം, അവൻ ഒരിക്കലും അവൻ്റെ കാര്യങ്ങൾ അന്വേഷിച്ച് ഒരു കുടുംബം അന്വേഷിച്ച് പോകാൻ പാടില്ല. ഉം, നമ്മുടെ വണ്ടിക്കാള വലിക്കുമ്പോൾ പോലെ വലിച്ചോണം. ഉം, അതിനെന്ത് ചെയ്യും? മനുഷ്യൻ ഇവനെ ഷണ്ടനാക്കും. ഉം, മീൻസ് ദേ വിൽ ക്രഷ് ഹിസ് ടെസ്റ്റിക്കിൾസ്. ഉം, വണ്ടിക്കാളെ വണ്ടി കെട്ടുന്നതിന് മുമ്പ് ചെയ്യുന്ന ആ കാസ്ട്രാക്ട് ചെയ്യുന്ന പരിപാടി, വന്ധ്യംകരണം. ഉം, ആ വന്ധ്യംകരണത്തിന് വിധേയനാകുന്നു. അതൊരു ശാപയോഗ്യമായ, ശാപഗ്രസ്തമായ ഒരു സംഭവമാണ്. ഉം, അവൻ ശപിക്കപ്പെട്ടവനാണ്. ഒന്ന് ബൈ ബർത്ത്, രണ്ട് ഈ മോശമായ പ്രക്രിയയിൽ കൂടെ കടന്നുപോയതുകൊണ്ട് ഉം, അവൻ ദൈവസന്നിധിയിൽ വരാൻ യോഗ്യനല്ല. ഉം, ദൈവസന്നിധി വരാൻ യോഗ്യനല്ല. അപ്പൊ ദൈവസന്നിധി വരാൻ യോഗ്യനല്ലെന്ന് പറയുമ്പം നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യമുണ്ട്. അവൻ ഒരിക്കലും സ്വർഗത്തിൽ പോകത്തില്ലെന്നല്ല, ഉം, ദൈവത്തിന് അവനെ അംഗീകരിക്കാൻ പറ്റത്തില്ലെന്നല്ല. ഉം, ഇപ്പം മോം യൂണിവേഴ്സിറ്റി പഠിപ്പിക്കുമ്പോൾ ഉം, ഈ പ്രൊഫസേഴ്സിനും അതുപോലെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ്സിനും മാത്രം ആക്സസബിലിറ്റി ഉള്ള ചില ഏരിയ ഉണ്ട്, യെസ്, അല്ലേ? അതെ, അവിടെ അണ്ടർ ഗ്രാജുവേറ്റ് സ്റ്റുഡൻസിനോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കോ പ്രവേശനം ഇല്ല. യെസ്, സിമ്പിൾ ആസ് ദാറ്റ്. ഉം, സിമ്പിൾ ആസ് ദാറ്റ്. സെക്രട്ടേറിയറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ എല്ലായിടത്തും എല്ലാ ഉദ്യോഗസ്ഥർക്കും പ്രവേശനമില്ല, അതെ, കയറുവാനൊക്കത്തില്ല. ഉം, ദൈവസന്നിധിയിൽ ആരാധന കഴിക്കുന്നതിന് വേണ്ടി, ഉം, ബലിയർപ്പിക്കുന്നതിന് വേണ്ടി ഉം, വരുന്നതിന് പ്രവേശനമില്ലെന്ന്. ഉം, അല്ല ഇവൻ ശവിക്കപ്പെട്ടവന് നരകത്തിൽ പോയിക്കോണം എന്നല്ല അതിനർത്ഥം. ഓക്കെ, ഈ ശുശ്രൂഷയ്ക്ക് അവന് വരാൻ അനുവാദമില്ല. ഉം, ഇത് പെറ്റ്സുവയാണ്, പെറ്റ്സുവ. ഉം, ഈ പെറ്റ്സുവ കഴിഞ്ഞ് ദീർഘവർഷങ്ങൾ കഴിഞ്ഞിട്ട് ഉം, യെശയ്യാ പ്രവാചകൻ വന്നു. ഉം, യെശയ്യാ പ്രവാചകൻ ഉം, യെശയ്യാ പ്രവാചകൻ തൻ്റെ പുസ്തകം ഞാൻ ഒന്ന് ലൊക്കേറ്റ് ചെയ്ത് നോക്കട്ടെ. 56 അധ്യായത്തിൽ എൻ്റെ കൈയുടെ വിരലൊക്കെ yeah. ഞാൻ വായിക്കാം. ഡിസ്ഫങ്ഷൻ. ഓക്കെ, വായിച്ചെന്ന് വലിയ വിവരമായിരുന്നു. യെശയ്യാ 56:3 മുതൽ 5 വരെ. ഓക്കെ. ഞാൻ അവർക്ക് എൻ്റെ ആലയത്തിലും എൻ്റെ മതിലകങ്ങളിലും പുത്രീപുത്രന്മാരെക്കാൾ വിശേഷമായ ഒരു ജ്ഞാപകവും നാമവും കൊടുക്കും. ഛേദിക്കപ്പെടാത്ത ഒരു ശാശ്വത നാമം തന്നെ ഞാൻ അവർക്ക് കൊടുക്കും. യഹോവയെ സേവിച്ച് അവന്റെ നാമത്തെ സ്നേഹിച്ച് അവന്റെ ദാസന്മാരായിരിക്കേണ്ടതിന് യഹോവയോട് ചേർന്ന് വരുന്ന അന്യജാതിക്കാരെ ശബത്തിനെ അശുദ്ധമാക്കാതെ ആചരിക്കുകയും എൻ്റെ നിയമം പ്രമാണിച്ച് നടക്കുകയും ചെയ്യുന്നവരെ ഒക്കെയും തന്നെ ഞാൻ എൻ്റെ വിശുദ്ധ പർവ്വതത്തിലേക്ക് കൊണ്ടുവന്ന് എൻ്റെ പ്രാർത്ഥനാലയത്തിൽ അവരെ സന്തോഷിപ്പിക്കും. അവരുടെ ഹോമയാഗങ്ങളും ഹനനയാഗങ്ങളും എൻ്റെ യാഗപീഠത്തിന്മേൽ പ്രസാദകരമായിരിക്കും. എൻ്റെ ആലയം സകല ജാതികൾക്കും ഉള്ള പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും. ഒരു വാക്യം മിസ്സായോന്ന് എനിക്ക് സംശയമുണ്ടേ. ആ 3-ാമത്തെ വാക്യം ഒന്നുകൂടെ വായിച്ചേ. 3-ാമത്തെ, യഹോവയോട് ചേർന്നിട്ടുള്ള അന്യജാതിക്കാരൻ യഹോവ എന്നെ തന്റെ ജനത്തിൽ നിന്ന് അശേഷം വേർപെടുത്തും എന്ന് പറയരുത്. ഷണ്ണനും ഞാൻ ഒരു ഉണങ്ങിയ വൃക്ഷം എന്ന് പറയരുത്. ഷണ്ണനും ഇനി ബാക്കി വായിച്ചു. എന്റെ ശബത്ത് ആചരിക്കുകയും എനിക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കുകയും എന്റെ നിയമം പ്രമാണിക്കുകയും ചെയ്യുന്ന ഷണ്ണന്മാരോട് യഹോവയായ ഞാൻ ഇപ്രകാരം പറയുന്നു. ബാക്കി വായിച്ചു. ഞാൻ അവർക്ക് എന്റെ ആലയത്തിലും എന്റെ മതിലകങ്ങളിലും പുത്രീപുത്രന്മാരെക്കാൾ വിശേഷമായ ഒരു ജ്ഞാപകവും നാമവും കൊടുക്കും. മതി, നോക്കിയേ. അപ്പം ഇവിടെ ഷണ്ണന്മാരെ പറ്റി പറയാം. എൻ്റെ കൽപ്പന അനുസരിക്കണം, എൻ്റെ ശബത്ത് ആചരിക്കണം. അങ്ങനെയുള്ള ഷണ്ണന്മാർക്ക്, ഷണ്ണനിന് ഞാൻ ഉണങ്ങിയ വൃക്ഷമാണ്, ഞാൻ യൂസ്ലെസ് ആണ് എന്ന് പറയരുത്.
എൻ്റെ ആലയത്തിൽ ഞാൻ അവർക്കൊരു ജ്ഞാപകം ഉണ്ടാക്കിയിട്ടുണ്ടെന്ന്. ഉം. എന്ന് പറഞ്ഞാൽ അവർക്ക് വേണ്ടി ഒരു മെമ്മോറിയൽ സീറ്റ്. ഉം. നമ്മൾ ഈ വലിയ മീറ്റിങ്ങിലൊക്കെ ഗസ്റ്റിന് വേണ്ടി ചില ചേസ് ഒഴിച്ചിടത്തില്ലേ? സെപ്പറേറ്റ്. എന്ന് പറയുമ്പോൾ ജസ്റ്റ് എന്ന് വേണ്ടി ഷണ്ഡൻ വരുമ്പോൾ ഷണ്ണൻ ഇരിക്കാൻ യെരൂശലേം ദേവാലയത്തിൽ പ്രത്യേകം സീറ്റ് ഒരുക്കിയിട്ടിരിക്കണമെന്ന് ഉം. യെശയ്യാ പ്രവാചകനിൽ കൂടെ പറയുക. ഉം. അപ്പൊ ഇത് രണ്ടും ഷണ്ണനല്ലേ? അതെ. അപ്പോ ബൈബിൾ കോൺട്രഡിക്ട്സ് ഇറ്റ് സെൽഫ് എന്ന് പഠിപ്പിക്കുന്ന ആളുകൾ ഉണ്ടോ? ബൈബിൾ ഒരിടത്ത് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, മറ്റൊരിടത്ത് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു. ഇതിൽ ഏത് വിശ്വസിക്കാം? ഉം. ഒരിടത്ത് പറഞ്ഞ് ഷണ്ഡൻ വരരുതെന്ന്, മറ്റൊരിടത്ത് പറഞ്ഞ് ഷണ്ഡൻ ഇവിടെ വരുമ്പോഴത്തേക്ക് പുള്ളിക്ക് വലിയ സീറ്റ് സ്വീകരണമൊക്കെ ഉണ്ടെന്ന്. ഒരുക്കി വെച്ചിട്ട്. ഇതിലേത് വിശ്വസിക്കാം? അതാണ് അടുത്തത്. ഇതിന്റെ എല്ലാം പ്രോബ്ലം ബൈബിൾ എഴുതിയ ഭാഷയിൽ വായിക്കുന്നില്ലെന്നുള്ള, വേറെ ഒരു പ്രോബ്ലം ഇല്ല. ഉം. നമ്മൾ ഡ്യൂട്രോണമിയിൽ കണ്ടത് പെറ്റ്സുവായാണ്. ഉം. പെറ്റ്സുവ. ഉം. നമ്മൾ യെശയ്യാ പ്രവചനത്തിൽ കണ്ടത് പെറ്റ്സുവ അല്ല, ഓക്കെ. ഷെറഷീം. ഉം. ഷെറഷീം. ഉം. ഷെറഷീം എന്നത് എന്തുകൊണ്ട് ഷണ്ണൻ എന്ന് പരിഭാഷപ്പെടുത്തുന്നുള്ളതാണ് നമ്മുടെ പ്രോബ്ലം. ഉം. പ്രോബ്ലം അതാ. ഇപ്പൊ എന്നോട് ഒരുപാട് പേര് ആവശ്യപ്പെട്ടു, സാറേ മലയാളത്തിലോട്ട് ഹീബ്രുവിൽ നിന്നൊരു പരിഭാഷ ചെയ്യാമെന്ന്. എനിക്ക് അടുത്തില്ല ചെയ്യാൻ എന്നെ കൊണ്ട് കഴിയുമെന്ന്. ഇനി ചെയ്യുകയാണെങ്കിൽ ഇതിന് എന്ത് വേർഡ് കൊടുക്കണമെന്ന് എനിക്കറിയത്തില്ല. കാരണം മലയാളത്തിൽ വേർഡില്ല. ഇനി നമുക്ക് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പറഞ്ഞ എക്സ്പ്ലനേഷൻ വരാൻ പോവാണ്. ഷണ്ണന്മാരായി ജനിച്ചവരുണ്ട്. 2, മനുഷ്യ ഷണ്ണന്മാരായ ഷണ്ണന്മാരും ഉണ്ട്. ഇത് രണ്ടും പെറ്റ്സുവായാണ്. ഇനിയും തേർഡ് കാറ്റഗറി ദൈവം കർത്താവ്, തേർഡും ഫോർത്തും കാറ്റഗറി കർത്താവ് പറയാണ്. ആ കാലത്തിലേക്ക് പോകണം. ദി ഹയസ്റ്റ് ഇന്റലക്ച്വൽസ് ഉണ്ടല്ലോ, പീപ്പിൾ ഓഫ് ദി ഹയസ്റ്റ് ഇന്റലക്ച്വൽ കപ്പാസിറ്റി, അവരെ സ്പെഷ്യൽ റിക്രൂട്ട് ചെയ്ത് ചെറിയ പ്രായത്തിൽ തന്നെ അവരുടെ ഇന്റലക്ച്വൽ ഐക്യൂമെന്റ് മനസ്സിലാക്കിയിട്ട് അവരെ രാജകൊട്ടാരത്തിലേക്ക് കൊണ്ടുപോകും. അവരെ ഫിലോസഫിയും ലാംഗ്വേജും സയൻസസും വാർഫെയറും ആർട്ടും ലിറ്ററേച്ചറും അക്കൗണ്ടിങ്സും ആ കാലഘട്ടത്തിൽ അവൈലബിൾ മുഴുവൻ നോളജും പഠിപ്പിച്ച് അറിവിൻ്റെ ഏറ്റവും വലിയ ഹയസ്റ്റ് സ്കോളേഴ്സാക്കി മാറ്റും. എന്നിട്ട് ഇവരെ അതിപ്രധാനമായ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കും. അപ്പം അവരതിനു വേണ്ടി സമർപ്പിച്ചു. ഇനി അവർ വീട്ടിൽ പോകത്തില്ല, കല്യാണം കഴിക്കത്തില്ല, റിലേറ്റീവ്സുമായിട്ടൊരു ബന്ധമില്ല, കുടുംബക്കാരുടെ ബന്ധമില്ല. അതായത് അവർക്ക് ഈ സോഷ്യലൈസിങ് എന്ന് പറയുന്ന ഒരു സംഗതിയില്ല. അവരെപ്പോഴും അവരുടെ കാര്യങ്ങൾ അവരുടെ ഒഫീഷ്യൽ കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചിരിക്കുകയും അക്യൂട്ട് ഓൾഡ് ഏജ് ആകുമ്പോൾ അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി എല്ലാ ഫെസിലിറ്റീസും കൊടുത്ത് ഗവൺമെന്റ് അവരെ മെയിൻറ്റെയിൻ ചെയ്യും. ഇതുവരെ നമുക്ക് എന്താ പറയുന്നത്? സമർപ്പിക്കപ്പെട്ടവരെന്ന് പറയാം. അപ്പോ അതാണ് ഹയർ കോഴ്സിന് വേണ്ടി ഷണ്ണന്മാരായവര്. ഇനിയും ഇതുപോലെ ചിലർക്ക് ദൈവരാജ്യത്തെ പറ്റി വലിയ വിളിയുണ്ടാവും, മാസീവ് കോൾ. ഡേവിഡ് ലിവിങ്സ്റ്റനെ പോലെ ഉള്ള ആളുകൾ പിന്നെ കല്യാണം കഴിക്കാനോ കുടുംബജീവിതത്തിനോ ഒന്നും നോക്കത്തില്ല. ഫിനിഷ്ഡ്. അവര് ദ ഹയസ്റ്റ് അവർ കോളിലേക്ക് പോവുക. അപ്പോസ്തലനായ പൗലോസിന് 2ാമത് കല്യാണം കഴിക്കാമായിരുന്നു. താൻ തന്നെ പറയുന്നുണ്ട്, ഇപ്പം പത്രോസിനെ പോലെ എഫാവിനെ പോലെ എനിക്കും ഭാര്യ ഒരു സഹോദരിയോട് കൂടെ സഞ്ചരിക്കാനുള്ള റൈറ്റ് ഇല്ലയോ? ഇല്ലാഞ്ഞിട്ടല്ലല്ലോ. ഇനി നമുക്ക് തിമോത്തിയോസിനെ എടുക്കാം. യു വാസ് ഓൾസോ അൺമാരീഡ്. എന്തുകൊണ്ട്? ഹയസ്റ്റ് കോസിന് വേണ്ടി സമർപ്പിക്കപ്പെട്ടവരാണ്. അപ്പൊ അവരുടെ പ്രത്യേകത എന്തുവാ? അപ്പൊ ഇദ്ദേഹം എത്യോപ്യ എന്ന് പറഞ്ഞാൽ അന്നത്തെ ഒരു മഹാരാജ്യമാണ്. വൺ ഓഫ് ദി ഗ്രേറ്റ് പവേഴ്സ് ഇൻ ദി വേൾഡ് ആണ് എത്യോപ്യ. റിച്ചിലും
റിച്ച്നെസ്സിൽ. ഉം, ആ എത്യോപ്യ രാജ്ഞിയുടെ ധനകാര്യമന്ത്രിയാണ് ഈ മനുഷ്യൻ. ഉം. ശമേൻ. അപ്പൊ എത്യോപ്യയും യെരുശലേം തമ്മിലുള്ള ബന്ധം ശലോമോന്റെ കാലം മുതൽ സ്ട്രോങ് ആണ്. ഉം, ശലോമോന്റെ കാലം മുതൽ സ്ട്രോങ് ആണ്. ഉം, അപ്പോൾ ആ മനുഷ്യൻ ഹീസ് ഹൈലി നോളജബിൾ ആൻഡ് ലിറ്ററേറ്റ് ആണ്. ഉം, ഹി വാസ് എ ഗ്രേറ്റ് മാൻ ഇൻ എ വെരി ഹൈ പൊസിഷൻ. ഉം. ഒരു ഒരു ധനിക രാജ്യത്തിന്റെ ധനകാര്യമന്ത്രി എന്നൊക്കെ പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അതെ, അതെ. അപ്പൊ അദ്ദേഹം യെരുശലേമിൽ വരുന്നത് എന്തിനാ? അവിടെ വരുമ്പോൾ എന്നെ ഓടിക്കുമെന്നുള്ളതുകൊണ്ടാണോ? അല്ല, യെരുശലേം ദേവാലയത്തിൽ വരുമ്പോൾ തനിക്കൊരു ജ്ഞാപകം അവിടെ ഉണ്ട്. അപ്പം ആരാധനയ്ക്ക് അറ്റൻഡ് ഒരു സ്പെഷ്യൽ സീറ്റ് അവിടെ ഉണ്ട്. തനിക്ക് വേണ്ടി, തൻ്റെ രാജ്യത്തിന് വേണ്ടി, തൻ്റെ പദവിയുടെ അനുഗ്രഹത്തിന് വേണ്ടിയും തന്നെ ഇങ്ങോട്ട് അയച്ച രാജ്ഞിയുടെ അനുഗ്രഹത്തിന് വേണ്ടിയും യാഗം കഴിക്കാനുള്ള കാര്യങ്ങൾ അവിടെ ഏൽപ്പിക്കാനായി കഴിയും. പറയാണ്, ഞങ്ങൾക്കൊരു സമാധാനയാഗം വേണം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഒരു റിക്കൺസിലിയേഷൻ, ദൈവത്തോട് നിരപ്പുറാകാനുള്ള ഒരു യാഗം വേണം, അനുഗ്രഹങ്ങൾ കൊണ്ട് യാഗം വേണം. അതിനുള്ള ചെലവ് എത്ര? അപ്പം പുരോഹിതന്മാർ ഇത്ര അതിൻ്റെ ചെലവ്. അതിനുള്ള പണം അവിടെ ഏൽപ്പിക്കും. ആലയത്തിനകത്ത് കയറും. അവിടെ പ്രധാനപ്പെട്ട കാര്യം വചന ശുശ്രൂഷയാണ്. വചന ശുശ്രൂഷ കേൾക്കും, ദൈവത്തെ നമസ്കരിക്കും, തിരിച്ചു പോകും. അപ്പൊ തിരിച്ചു പോകുമ്പോൾ എന്ത് ചെയ്തു? യെശയ്യാ പ്രവാചകന്റെ പുസ്തകം തന്നെ മേടിച്ചു. കാരണം എന്താ? അതിനകത്ത് തന്നെ പറ്റി എഴുതിയിട്ടുണ്ട്. തന്നെ പോലുള്ള ആളുകൾ വന്നാൽ തങ്ങൾക്ക് എന്ത് പൊസിഷൻ കിട്ടണമെന്നുള്ള കാര്യം എവിടെ എഴുതിയിട്ടുണ്ട്? അതും അദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ട് വായിച്ചു വരിക. പക്ഷെങ്കിൽ 53-ാം അധ്യായം വന്നപ്പോൾ സ്റ്റക്കായി. എന്തുകൊണ്ട്? ഞങ്ങൾ കേൾപ്പിച്ച ആർ വിശ്വസിച്ചിരുന്നു യഹോവയുടെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു എന്നുള്ള ആ ഭാഗം വന്നപ്പം ഇത് പ്രവാചകൻ തന്നെ പറ്റിയാണ് പറയുന്നത്, വേറെ ആളെ പറ്റിയാണ് പറയുന്നത്, ഇസ്രായേലിനെ പറ്റി പറയുന്നത് എന്താന്നുള്ള ഒരു പിടിയും കിട്ടുന്നില്ല. സ്റ്റക്കായിരിക്കുക. അവിടെയാണ് ഫിലിപ്പോസ് വന്ന് ഈ കാര്യങ്ങൾ തെളിയിച്ചു കൊടുക്കുന്നത്. അവിടെ ഫിലിപ്പോസ് വന്ന കാര്യം തെളിയിച്ചു കൊടുക്കുന്നത്. അപ്പം നമ്മൾ വിശുദ്ധ തിരുവെഴുത്തിൻ്റെ ഭാഗം എടുക്കുമ്പോൾ നമ്മൾ ഗൈഡിൻ്റെ ഒന്നാമത്തെ കാര്യം അതിൻ്റെ റെനസ്റ്റ് ലെവൽ ഓഫ് റീഡിംഗ് ആണ്. ഇത് അടുത്ത പേരോടെ പറഞ്ഞിരിക്കുന്നത്. 2, ഏതാ ഒറിജിനൽ ലാംഗ്വേജ്. 3, ഉപയോഗിച്ചിരിക്കുന്ന ഒരേ വാക്കുകളാണോ, അല്ലെങ്കിൽ വ്യത്യസ്തമായ വാക്കുകളുടെ അർത്ഥവ്യത്യാസം എന്താ. ഇനി നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്നത് എബ്രായ ഭാഷയാണ്, ഗ്രീക്ക് അല്ല. ഏത് എബ്രായ ഭാഷ? മോശ എഴുതിയ അതേ എബ്രായ ഭാഷ. അപ്പോൾ മോശ എഴുതിയപ്പോൾ ആവർത്തന പുസ്തകത്തിൽ പെറ്റ്സുവ എന്ന് എഴുതിയത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന് അറിയാം. ഇനിയും പെറ്റ്സുവ എന്ന വേർഡും ഷെരഷീം എന്ന വേർഡും നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഉപയോഗിച്ചിട്ടുണ്ട്. മനുഷ്യൻ ഷണ്ണനാക്കിയത് പെറ്റ്സുവ, ദൈവരാജ്യം മുഴുവൻ നിമിത്തവും തങ്ങളെ തന്നെയും ഷണ്ണന്മാരാക്കിയവര് ഷെരഷീം. ഇനി നമുക്ക് അപ്പോസ്തല പ്രവൃത്തിയിലേക്ക് വരാം. അപ്പോസ്തല പ്രവൃത്തിയിൽ എഴുതിയിരിക്കുന്നത് എന്താണ്? ഷെരഷീം എന്ന സമർപ്പിക്കപ്പെട്ടവനെന്ന അർത്ഥമാണ്, വാക്കാണ്. സമർപ്പിതൻ, ഉന്നതനായ ശ്രേഷ്ഠനായ സമർപ്പിതൻ എന്ന് പരിഭാഷപ്പെടുത്തിയിരുന്നെങ്കിൽ എത്രയോ ഭംഗിയായിരുന്നു. ഇപ്പൊ പാവം നമ്മൾ മലയാളത്തിൽ ഈ ഷണ്ണൻ എന്ന് പറഞ്ഞാൽ ഒരു തരം താഴ്ന്ന പ്രയോഗം. അവൻ ഷണ്ണൻ ഷണ്ണൻ പറയുമ്പോൾ തന്നെ നമ്മളൊരു പരിഹാസത്തോടെ പുച്ഛത്തോടെ കാണുന്നത്. നോക്കി, നമ്മൾ വേദപുസ്തകം എഴുതിയ ഭാഷയിൽ വേദപുസ്തകം വായിക്കാഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ നമ്മളെ പഠിപ്പിച്ച ആളുകൾ അത് വായിച്ച് പഠിച്ച് പഠിപ്പിക്കാഞ്ഞുകൊണ്ട് വിശുദ്ധ തിരുവെഴുത്തുകൾ എന്തെഴുതിയിരിക്കുന്നു അതും നമ്മൾ മനസ്സിലാക്കി തമ്മിൽ എത്രയോ വ്യത്യാസമാണ്. തിരുവെഴുത്ത് ഉദ്ദേശിച്ച കാര്യങ്ങളൊന്നും നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല, നമുക്കൊന്നും പിടികിട്ടിട്ടില്ല. എന്നിട്ട് നമ്മൾ അതിന്റെ കുറെ വ്യാഖ്യാന ശാസ്ത്രം കൊണ്ടുപോവാണ്.
വ്യാഖ്യാന ശാസ്ത്രത്തിൽ വെളിപ്പെട്ടു, ഷണ്ണനകത്ത് കയറ്റിയില്ല. അങ്ങനെ ബൈബിൾ പറഞ്ഞില്ലല്ലോ. പറഞ്ഞു. നമസ്കരിക്ക ഇല്ല. അപ്പൊ ബൈബിൾ പറഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങൾ ബൈബിളിന് വിരോധമായിട്ട് പറയാൻ നമുക്ക് എവിടുന്ന് ധൈര്യം കിട്ടുന്നത്? ഉം. അതിന് നമ്മളെ ധൈര്യപ്പെടുത്തുന്നതാണ് നമ്മുടെ ഹൈ ക്വാളിഫിക്കേഷൻ. ഞാൻ ആദ്യം പറഞ്ഞത് ഉം. വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങൾ, ഉദ്ദേശിച്ചിട്ടുള്ള കാര്യങ്ങൾ ഉം. തിരുവഴുത്തിനെ വളച്ചൊടിച്ച്, ഉം. തിരുവഴുത്ത് പ്ലസ് നമ്മുടെ വിവരക്കേട്, അതിനാണ് മെസ്സേജ് എന്ന് പറഞ്ഞാൽ ഞാനൊരു ദൂത് ഞാൻ കൈമാറുകയാണ് എന്ന് പറയുമ്പം ദൈവത്തിൽ നിന്ന് ഇങ്ങോട്ട് മേടിച്ച് ഉം. നമുക്ക് തരുന്നത്. ഈ കെട്ടിടത്തിന്റെ വാർപ്പൊക്കെ നടക്കുമ്പോൾ മാമ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇമ്മീഡിയറ്റ് ഒരാളിനെ മേടിച്ച് മറ്റേ ആൾക്ക് കൈമാറുന്നില്ല. പാസ് ഞാൻ ചെയ്യുന്നു. കൈമാറാം, ഒരു ദൂത് കൈമാറും. എന്തോ ദൂത്? ഉം. വിവരക്കേട് വിളിച്ച് പറയുന്നതിനാണ് ദൂത് കൈമാറുന്നത്. ദൈവത്തിൽ മേടിച്ച് ഇങ്ങോട്ട് കൊടുക്കുന്ന പോലെ ഇല്ലയോ പാവം മനുഷ്യൻ ചിന്തിക്കുന്നത്? ദൂത് കൈമാറാൻ പോവാണ്, കൈ നീട്ടിയിരിക്കുക. എന്തോ മേടിക്കാൻ? ഈ പുള്ളിയുടെ വിവരദോഷം മേടിക്കാൻ. എവിടുന്ന വിവരദോഷം ഉണ്ടായത്? നോളജ് ചേർക്കുന്നു. ഉം. ഈ ബൈബിൾ റിലേറ്റഡ് ആയ സ്റ്റഡീസ് ഉം. ആക്കഡമിക് സ്റ്റൈലിലേക്ക് മാറി, ഉം. തിരുവഴുത്തുകളിൽ നിന്ന് അകന്നുപോയി, ഉം. മനുഷ്യന്റെ ചിന്താഗതികൾക്കനുസരിച്ചുള്ള പുസ്തകങ്ങളിൽ അത് അധിഷ്ഠിതമായപ്പോൾ ഉം. നമുക്ക് നഷ്ടപ്പെട്ട വലിയ നഷ്ടമാണിത്. ഉം. എനിക്ക് ഇത്രയും ദീർഘമായിട്ട് ഇതിന്റെ മറുപടി പറയേണ്ടി വന്നു. കാരണം ഇല്ലെന്ന് എന്നാൽ പോലും ആർക്കെങ്കിലും മനസ്സിലായെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. പറഞ്ഞ വരൻ ലഭിച്ചവരാരെങ്കിലും ഉണ്ട് എന്ന് മനസ്സിലായി. ദാറ്റ് വാസ് എ ബ്രില്യന്റ് ആൻസർ സർ. ഞാൻ വ്യക്തിപരമായിട്ട് ഒരു ചോദ്യം ചോദിക്കുകയാണ്. ഇന്ത്യയിലെ മലയാളത്തിലെ ഷണ്ണന്മാരെന്ന് ഉപയോഗിച്ചിരിക്കുന്നു. ഇന്ത്യയിലെ ഏതെങ്കിലും ലാംഗ്വേജസില് ഇതില് വ്യത്യസ്തമായിട്ടുള്ള ഒരു വേർഡ് ഉണ്ടോ? ഏതെങ്കിലും ഭാഷകളിലെ ട്രാൻസ്ലേഷനില്? നമുക്കറിയാം. എനിക്ക് അങ്ങനെ ഇന്ത്യൻ ലാംഗ്വേജ് ആകെ അറിയാവുന്ന മലയാളമാണല്ലോ. പിന്നെ ഓക്കെ. തമിഴന്മാരെ കളിയാക്കും കുറച്ച്, തമിഴ് പറയും, ഹിന്ദിക്കാരെ കളിയാക്കും ചെറിയ ഭാഷകൾ എനിക്കറിയത്തില്ല. മലയാള ഭാഷ ആ കാര്യത്തിൽ പരിമിതമാണ്. ലിമിറ്റേഷൻസ് ഉണ്ട്. ആ കാര്യത്തിൽ വളരെ പരിമിതമാണ് നമ്മുടെ വേർഡ്സ്. ഇംഗ്ലീഷിലെ എല്ലാ വെർഷൻസിലും യൂണിക് തന്നെയാണല്ലോ ഉപയോഗിച്ചേക്കുന്നത്. എല്ലാ വേർഡ്സിലും യൂണിക്കാണ്. അതുകൊണ്ടല്ലയോ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഓഫ് ദ ബൈബിൾ അല്ല നമ്മൾ പ്രിഫർ ചെയ്യേണ്ടത്, നമ്മുടെ മദർ ടങ് ട്രാൻസ്ലേഷൻസ് ആണെന്ന്. മലയാളം ബൈബിൾ ഈസ് ഫാർ ബെറ്റർ. ഹിന്ദി ബൈബിൾ ഞാൻ നോക്കിയിട്ടുണ്ട്. ഞാൻ തമിഴ് വിശ്വാസം കൊണ്ട് വായിച്ച് കേൾപ്പിച്ചിട്ടുണ്ട്. എൻ്റെ മോം തമിഴ് എത്രയോ ബ്യൂട്ടിഫുൾ ആണെന്നറിയാം. ഈ തിരുവഴുത്തുകളുടെ അർത്ഥം പ്രത്യേകിച്ച് ആ ബഹുമാനമുണ്ട് ദൈവത്തോടുള്ള ബഹുമാനം ഒട്ടും കളയാത്ത രീതിയിൽ ഇത്ര മനോഹരമായിട്ടാണ് തമിഴ് ചെയ്തിരിക്കുന്നത്. ഈ തമിഴന്മാരൊക്കെ തമിഴ് ഒരു കാരണവശാലും ഇംഗ്ലീഷ് ബൈബിൾ വായിക്കരുത് ഞാൻ പറയുന്നത്. തമിഴ് അത്ര മീനിങ് ഫുൾ ആയിട്ടാണ്. എനിക്ക് തമിഴ് അറിയത്തില്ല, പക്ഷെ ഞാൻ ഈ തമിഴിനെ കൊണ്ട് വായിപ്പിക്കും, വായിപ്പിച്ചേക്കുന്നു. അതുപോലെ ഹിന്ദിയിലും ചില പ്രയോഗങ്ങൾ നല്ല മീനിങ് ആണ്. അന്നു ഇംഗ്ലീഷ് എൻ്റെ ഒരറ്റത്ത് പോലും വരത്തില്ല, ആ സത്യം. അപ്പം ഇതാണ് എനിക്ക് ഈ ചോദ്യത്തിന്റെ മറുപടി. It was a very convincing answer. അടുത്ത ചോദ്യം, ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായം 23-25 വാക്യങ്ങളെ ആസ്പദമാക്കിയുള്ള ഒരു ചോദ്യമാണ്. യേശു കർത്താവിന്റെ അടുക്കൽ വന്ന ഒരു പ്രമാണി അവനോട് നിത്യജീവനെ അവകാശമാക്കുവാൻ എന്ത് ചെയ്യണമെന്ന് ചോദിക്കുന്നു. അതിന് മറുപടിയായിട്ട് യേശു കർത്താവ് ന്യായപ്രമാണ കൽപ്പനകൾ അവനെ ഓർപ്പിക്കുന്നു. അതിനുശേഷം അവനോട് നിനക്കുള്ളതൊക്കെയും വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക. ഈ വചനത്തിൽ അവൻ അതിദുഃഖിതനായി തീർന്നു എന്നാണ് ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. തുടർന്ന് യേശു അവനെ നോക്കി, ധനവാൻ ദൈവരാജ്യത്തിൽ കടക്കുന്നത് എത്ര പ്രയാസം! ധനവാൻ ദൈവരാജ്യത്തിൽ കടക്കുന്നതിനേക്കാൾ ഒട്ടകം സൂചിക്കുഴിയോടെ കടക്കുന്നത് എളുപ്പം. ഇംഗ്ലീഷിൽ, ഇറ്റ്സ് ഈസിയർ ഫോർ എ camel to go through the eye of a needle than for a rich man to enter the kingdom of God. ഈ വാക്യത്തിന്റെ പറഞ്ഞു അറിയുന്നില്ല, കാരണം ധനവാന്മാര് സ്വർഗരാജ്യത്തിൽ കടക്കുന്നത് പ്രയാസമെന്ന്. ഒട്ടകത്തിന്റെ സൂചിക്കുഴി കൂടെ പിന്നെയും കയറാം, എന്നാലും ധനവാൻ സ്വർഗരാജ്യം പോകത്തില്ല. ഇത് കോംപ്ലിക്കേറ്റഡ്, ഒരുപാട് കുഴപ്പം പിടിച്ച കൊനസ്റ്റ് പിടിച്ച ഒരു കോണ്ടെക്സ്റ്റ് ആണ്.
ഓ. കൊനക്റ്റിവിറ്റി നമ്മൾ പറഞ്ഞ പോലെ ഉം. ഈ ഈ റെനെസ്റ്റ് ലെവലിൽ ബൈബിൾ വായിക്കണം, ഉം. കണക്ഷൻ ലെവൽ വായിക്കണം. ഓക്കെ. ഉം. പിന്നെ ഈ നമ്മുടെ ഈ സിസ്റ്റമാറ്റിക് ബൈബിൾ സ്റ്റഡി ഞാൻ പഠിപ്പിക്കുന്നതിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്, ഉം. വേദപുസ്തകത്തിലെ എല്ലാ കോണ്ടെക്സ്റ്റിനും, ഒരു പുസ്തകത്തിനും ഉം. ഒരു ചാപ്റ്ററിന് കോണ്ടെക്സ്റ്റിന് ഉം. ഒരു ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, ഉം. ഹിസ്റ്റോറിക്കൽ റീസൺ, ഉം. ബാക്ക്ഗ്രൗണ്ട് ആൻഡ് റീസൺ ഉണ്ട് അത് നിലവിൽ ഉം. വരാൻ. രണ്ട്, ഒരു എക്സിസ്റ്റൻഷ്യൽ റീസൺ ഉണ്ട്, ഉം. എന്തിന് അത് ബൈബിളിൽ എഴുതിയിരിക്കുന്നു, ഉം. എക്സിസ്റ്റൻഷ്യൽ റീസൺ. ഈ രണ്ട് റീസണും ക്ലബ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ വേദവസം പഠിപ്പിച്ചു കഴിഞ്ഞു. രണ്ട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞാൽ മതി. ഇപ്പോൾ ഒരു കോണ്ടെക്സ്റ്റ്, ഇതൊരു കോണ്ടെക്സ്റ്റ് അല്ലേ, ഉം. ആ കോണ്ടെക്സ്റ്റിൻ്റെ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഇത് ആദ്യം എടുക്കേണ്ടത്. രണ്ട്, ഇതിൻ്റെ എക്സിസ്റ്റൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട്, ഉം. എന്തുകൊണ്ടത് വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നു. ഉം. ഈ രണ്ട് കാര്യങ്ങളാണ്. അപ്പോൾ ആദ്യം നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പെറിയ എന്ന സ്ഥലത്ത് വെച്ചാണ് ഇത് പറയുന്നത്. ഉം. പക്ഷേ നമ്മളുടെ ഭാവന അങ്ങോട്ട് കയറി പോയി കഴിഞ്ഞാൽ, ഉം. കർത്താവ് ഇങ്ങനെ എരുശലേം നഗരത്തിലിരിക്കുന്നു, ഉം. അപ്പോൾ എരുശലേമിൻ്റെ മതിൽ ഇങ്ങനെ കാണുവാൻ കഴിയുന്നു, അപ്പോൾ ഒരു ധനവാൻ വന്ന് ഞാൻ സ്വർഗരാജ്യങ്ങൾ കടക്കുമെന്ന് ചോദിക്കുന്നു, ഉം. അപ്പം കർത്താവ് നിനക്കൊള്ള വിട്ട് ദരിദ്രന്മാർ കൊടുക്കണമെന്നൊക്കെ പറയുന്നു, അവനിങ്ങനെ തലചൊറിഞ്ഞ് നിൽക്കുന്നു, ഉം. നിനക്ക് ഉള്ള വീട്ടിൽ ബാങ്ക് വിട്ടിട്ട് അന്യ ജീവിക്കാൻ പറഞ്ഞ പിന്നെ അതിനകത്തൊരു ഒരു പൊത്തുവരുത്തമുണ്ട്, ന്യായമുണ്ട്. ന്യായമുണ്ട്. അപ്പം ആണ്ട്ര ഒരു ഒട്ടകം വരുന്നു, ഒരുത്തൻ ഒട്ടകമായിട്ട് വരുന്നു. ഉം. ഒട്ടകമായിട്ട് വരുന്നുണ്ടേ ഒട്ടകത്തിന് കയറാനുള്ള വാതിലിൻ്റെ പേര് എന്തുവാ, സൂചിക്കുഴ വാതിൽ എന്നാണ്. ഉം. അപ്പോൾ ഒട്ടകം സൂചിക്കുഴ കടക്കുന്നതല്ല, സൂചിക്കുഴ വാതിലിൽ കൂടെ കടക്കുന്നതാണ് ബുദ്ധിമുട്ട്. സൂചിക്കുഴ വാതിൽ, ഉം. അതിലെ കൂടെ കിടക്കുന്നതാണ് ബുദ്ധിമുട്ട് ഉം. എന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ ഇത്തരം കിട്ടിക്കഴിയുമ്പോൾ പിന്നെ ഒട്ടകം അതിൻ്റെ മണ്ടയ്ക്ക് ഒന്നുകൊണ്ട് സാധനങ്ങളെല്ലാം എടുത്തു കളഞ്ഞു, ഉം. കയറാനൊക്കത്തില്ല. ഉം. പിന്നെ ഒട്ടകം അങ്ങ് പതുങ്ങി, ഉം. നിലം വരെയും പതുങ്ങി ഞെരഞ്ഞ് ഒട്ടകം അകത്ത് കയറി. ഉം. ഇനി നമ്മൾ ദൂത് വെളിപ്പെടാൻ പോവാണ്. ഉം. ദൂതാ ഭയങ്കര കേട്ടോ. ഉം. നീ ദൈവസനിൽ വരുമ്പോൾ നീ നിലമ്പാട് താഴെ വീഴണം. ഉം. നിന്റെ അഹങ്കാരവും ധാർഷ്ട്യവും വലിയ കുടുംബക്കാരനെന്നും ജോലിക്കാരെന്നും പത്രസാന്ന് അതൊന്നെല്ലാം മാറ്റി വെച്ചിട്ട്, നിന്റെ സകലം ഉപേക്ഷിച്ചിട്ട് നീ നിലമ്പാടും വീണ് മുട്ടയിലെരഞ്ഞ് നീ ദൈവരാജ്യത്തിൽ കഴിയുമോ. അപ്പം നീ താഴ്മയുള്ളവനായിരിക്കണം, നീ വിനയമുള്ളവനായിരിക്കണം, നീ സൗമ്യതയുള്ളവനായി. ഇതെല്ലാം വേണം കേട്ടോ. വേണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, വേണ്ടെന്ന് ഞാൻ പറഞ്ഞായിട്ട് എടുക്കുകയും ചെയ്യരുത്. എൻ്റെ ചോദ്യം, അത് കർത്താവിൻ്റെ യെരൂശലേമിൽ അല്ലല്ലോ ഈ കാര്യം പറയുമ്പോൾ. ഈ കാര്യം പറയുമ്പോൾ കർത്താവ് എവിടാന്നുള്ള ഒന്നാമത്തെ ചോദ്യം. ഇത് എവിടെ വെച്ച് പറയുന്നത്? ഇത് യെരൂശലേമിൽ വെച്ചല്ല പറയുന്നത്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ 33.5 വർഷത്തെ ജീവിതവും വളരെ വ്യക്തമായി റെക്കോർഡ് ചെയ്യപ്പെട്ട ഒരു ലൈഫാണ് ചരിത്രത്തിൽ. 3.5 വർഷത്തെ തൻ്റെ പരസ്യ ശുശ്രൂഷയുടെ എല്ലാ കാര്യവും ഡേ, ഡേറ്റ്, ടൈം, പ്ലേസ് സഹിതം റെക്കോർഡ് ചെയ്യപ്പെട്ട ഒരു ശുശ്രൂഷയാണ്. അതിപ്രധാന ചരിത്രരേഖകളുള്ള കാര്യമാണിത്. നമുക്ക് ആർക്കും ഭാവനയുടെ മണ്ടയ്ക്ക് കയറി പോകണ്ട. യെരൂശലേമിൽ നിന്ന് ആയിരിക്കും പറഞ്ഞൊന്ന് ഭാവിക്കേണ്ട ആവശ്യമില്ല. എഴുതി വെച്ച് അങ്ങ് വായിച്ചാൽ മതി. വായിക്കാൻ അറിയത്തില്ലെന്നുണ്ടെങ്കിൽ എന്നെ പോലുള്ള ഒരാളുടെ അടുത്ത് വന്നാൽ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കാമെന്നേ. ഫീസും തരണം, വേറൊരു കാര്യം ഓസിനല്ല, ഫീസും തരണം. അത് ഇടയ്ക്ക് പറഞ്ഞതേ ഉള്ളൂ. അപ്പം പെറിയയിൽ വെച്ചാണ് പറയുന്നത്. ഇനി ഈ സൂചിക്കുഴ അല്ല, സൂചിക്കുഴ വാതിലാണ്. എവിടെ? യെരൂശലേം നഗരത്തിന് ചുറ്റും ഉള്ള മതിലിന്റെ വാതിലുകൾ ഒന്ന് സൂചിക്കുഴ വാതിൽ.
ഇനി നമ്മൾ പുറമോട്ട് പോകണം. ഒരു 2-3 സ്റ്റേജസിലേക്ക് പോകണേ. നമുക്ക് ഫ്രണ്ടിൽ നിന്ന് ബാക്കിലോട്ട് പോകാം. എങ്ങനെ പോയാലും കുഴപ്പമില്ല. അത് വേണമെങ്കിൽ ബാക്കി പോവാം. ഈ യെരുശലേം മതിലില്ലാതെ ഇടിഞ്ഞു കിടന്ന ഒരു കാലം ഉണ്ടായിരുന്നു, 70 വർഷം. അത് കഴിഞ്ഞ് ബാബേൽ പ്രവാസം കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് നെഹെമ്യാവിന്റെ നേതൃത്വത്തിൽ യെരുശലേമിൽ മതിൽ പണിതു. മതിൽ പണിതിട്ട് 12 വാതിലുകൾ ഉണ്ടാക്കി. ഈ 12 വാതിൽ ഉണ്ടാക്കിയതിനെ പറ്റി എവിടെ പറഞ്ഞിരിക്കുന്നത്? നെഹെമ്യാവിന്റെ പുസ്തകത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. നെഹെമ്യാവിന്റെ പുസ്തകം സൂക്ഷിച്ച് വായിച്ചാൽ ഓരോ വാതിലിനും ഓരോ പേരിട്ടിട്ടുണ്ട്. കുപ്പവാതിൽ, ആട്ടുവാതിൽ, മീൻവാതിൽ, ഇങ്ങനൊക്കെ വാതിലുണ്ട്. സൂചിക്കുഴ വാതിൽ എന്നൊരു വാതിൽ നെഹെമ്യാവിന്റെ കാലത്ത് പണിതില്ല. തീർന്നല്ലോ. സൂചിക്കുഴ വാതിൽ എന്നൊരു വാതില് ആ സമയത്ത് നെഹെമ്യാവിന്റെ കാലത്ത് പണിഞ്ഞില്ല. പണിതായിട്ട് നമുക്ക് യാതൊരു ചരിത്ര രേഖകളും ഇല്ല. നമുക്ക് ഒരു ചരിത്ര രേഖയില്ല സൂചിക്കുഴ വാതിൽ എന്നൊരു വാതിൽ പണിതായിട്ട്. 1 thing. 2, ഇന്ന് നമ്മൾ യെരുശലേമിൽ പോയാൽ, ഇന്ന് ഇസ്രായേൽ സന്ദർശിക്കാൻ പോയാൽ അവിടെ സൂചിക്കുഴ വാതിലുണ്ട്. മനസ്സിലായി? അവിടെ സൂചിക്കുഴ വാതിൽ ഉണ്ട്. നമുക്ക് അതിലൊന്ന് കയറി ഇറങ്ങാം. $100 കൊടുത്താൽ മതി. ഈ അമേരിക്കക്കാർ ചെന്നറിയാമോ, കർത്താവ് പറഞ്ഞ അതേ വാതിൽ കൂടെ ഒന്ന് കയറി ഒന്ന് ഇറങ്ങി ഫോട്ടോ എടുത്തു. വലിയ കാര്യമാണെന്നുണ്ട് $100 കൊടുക്കും. ഈ കർത്താവിന്റെ കാലം അല്ലെങ്കിൽ നെഹെമ്യാവ് പണിയാത്ത വാതിൽ ഇപ്പൊ എങ്ങനെ ഉണ്ടായത്? അത് ഞാൻ പറയാൻ പോവാണ്. AD 70 യെരുശലേം മുഴുവൻ ഇടിച്ചു കളഞ്ഞു. കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ ഇടിച്ചു കളഞ്ഞു. ആണല്ലോ. അതിനുശേഷം ഈ ഫസ്റ്റ് വേൾഡ് വാർ ആകുമ്പോഴേക്കും 1418 ഫസ്റ്റ് വേൾഡ് വാർ. അത് കഴിഞ്ഞപ്പോഴേക്ക് ഈ പ്രദേശം ബ്രിട്ടീഷുകാര് തുർക്കികളുടെ എന്തെങ്കിലും മേടിച്ചു. ആ സമയം അതിനു മുമ്പാണ് മാർക്ക് ട്വെയിൻ എന്ന അമേരിക്കൻ ഓതർ ഇവിടെ കാണാൻ വരുന്നത്. ഇത് മുഴുവൻ ഊഷരഭൂമി, ഒന്നുമില്ല കിടക്കുക. യേശുക്രിസ്തു ജനിച്ചു വിടുന്ന നാളിങ്ങനെ ഊഷരഭൂമി എന്ന് പുള്ളി കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് അവിടെ കൊണ്ട് പത്രത്തിലിട്ട് ഈ നാടിന്റെ ഗതികേടിനെ പറ്റി അമേരിക്കയിൽ എഴുതിയിട്ടു. അപ്പൊ അമേരിക്കയിലെ സാഹിബന്മാർ നല്ല പൈസയാണെന്ന്. ഈ പുള്ളികൾ വിശുദ്ധ നാട് കാണാൻ പറഞ്ഞ് വരാൻ തുടങ്ങി. ബ്രിട്ടീഷുകാർക്ക് മനസ്സിലായി ഇത് തന്നെ നല്ല അവസരം. കാര്യം ഇവർക്ക് വേദപുസ്തകം വായിച്ചിട്ടില്ല, ചരിത്രബോധമില്ല. ഇതെല്ലാം വേദപുസ്തകത്തിൽ പറഞ്ഞാന്ന് എന്തറിയാം, കുറെ സംഗതികൾ ഉണ്ടാക്കി വെക്കുക. ഉണ്ടാക്കി വെച്ചൊരു ഗുണം എന്താണ്? ഓരോരുത്തർക്കും നിൽക്കുന്നതിന്, ചെല്ലുന്നതിന്, കാണുന്നതിന്, തൊടുന്നതിന് ഇവരുടെ നിന്ന് പൈസ മേടിക്കാം. ആരുടെ നിന്ന്? അമേരിക്കക്കാരുടെ നിന്ന്. ഇവരെന്ത് ചെയ്തു? പുതിയ നിയമ സംഭവങ്ങൾ എന്ന് പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ ഡ്യൂപ്ലിക്കേറ്റ് അങ്ങ് ഉണ്ടാക്കി വെച്ചു. ഒരു എക്സാമ്പിളാണ് പീലാത്തോസിന്റെ പ്രട്ടോറി എന്ന് പറയുന്ന സ്ഥലം ഇപ്പോഴും അവിടെ അതുപോലെ ഉണ്ട്, ഇടിച്ച് കിടപ്പുണ്ട്. അവിടുന്ന് 650 വാര ദൂരം, 650 യാർഡ്. മടത്ത് മനസ്സിലാവില്ല എത്ര ദൂരം ഉണ്ടെന്ന്. അത്രയും ദൂരത്തിൽ റോഡ് സൈഡിൽ ഇച്ചിരി ഒന്ന് ശകലം ഒന്ന് കിളന്ന ഒരു ഹില്ലെന്ന് നമുക്ക് ഒരു മൗണ്ടൻ എന്ന് പറയാൻ ഒക്കത്തില്ല. ഒരു ഹില്ലെന്ന് പറഞ്ഞാൽ പോലും ശരിയല്ല, ഇച്ചിരി ഒന്ന് കിളന്ന സ്ഥലമാണ് ഗോൽഗോഥ എന്ന് പറയുന്നത്. അവിടെ കർത്താവിനെ ക്രൂശിച്ചത്. പക്ഷെ ഇപ്പം നമ്മൾ ചെന്നാൽ ഒരു മലമണ്ടയ്ക്കാണത്. കർത്താവ് ക്രൂശുമായിട്ട് അങ്ങ് വീഴുന്ന സ്ഥലങ്ങളുണ്ട്, പൊടുക്കുമെന്ന്. അവിടെ എല്ലാം ഓരോ സ്റ്റേഷൻസ് വെച്ചിരിക്കുകയാണ്. അപ്പൊ നമുക്ക് അവിടെ നിന്ന് വീഴാം, കുറച്ചേരം ഇന്ന് ധ്യാനിക്കാം, $50 ഇട്ടാൽ മതി. $50 ഇട്ടാൽ മതി. ഇതെല്ലാം ആരുണ്ടാക്കിയതാ? ബ്രിട്ടനിലെ സായിപ്പ് അമേരിക്കൻ സായിപ്പിനെ പറ്റിച്ച് പൈസ ഉണ്ടാക്കാൻ വേണ്ടി അവരുണ്ടാക്കിയ സാധനങ്ങളാ. ഇന്റർനാഷണൽ കളിഫിക്കേഷൻ. നമ്മുടെ നാട്ടിൽ നിന്ന്, കേരളത്തിൽ നിന്ന് ആൾക്കാർക്ക് വലിയൊരു സംഭവം ഏതായി വിശുദ്ധനാട് പോകുമെന്ന് പറയുന്നത്.
അവിടെ പോയിട്ടോ ഈ മണ്ടത്തരെല്ലാം കണ്ടിട്ട് വരും. ഉം. വേദപുസ്തകം അറിയാവുന്ന എൻ്റെ സ്നേഹിതൻ, നല്ല അറിയാവുന്ന എൻ്റെ സ്നേഹിതനും, അദ്ദേഹം മരിച്ചിട്ടില്ല, പാസ്റ്റർ കെ ചെറിയാച്ചൻ എന്ന് പറയും. ഇപ്പോഴും അദ്ദേഹം തിരുവല്ലായ്ക്കടുത്ത ഒരു സ്ഥലത്ത് ജീവനോടുണ്ട്. നല്ല വിശുദ്ധനായ ജ്ഞാനിയായ ഒരു ദൈവദാസനാണ്. ഇദ്ദേഹം വിശുദ്ധനാട് കാണാൻ ചെന്നു. ഈ കല്ലറ കൊണ്ട് കാണിച്ചു യേശുക്രിസ്തുവിൻ്റെ. അദ്ദേഹം, എടാ, എനിക്ക് വേദപുസ്തകം നല്ലവണ്ണം അറിയാവുന്ന ആളാ, ഇവിടെ അല്ലല്ലോ യേശുക്രിസ്തുവിനെ കുറിച്ചതും കുടിച്ചിട്ടതും. ഇവിടെ വെച്ചു, നിങ്ങൾ ഏത് സഭക്കാരനാ? ഉം. ഞാൻ പെന്തക്കോസ്തൻ. നിങ്ങളുടെ കല്ലറ വേറെയാന്ന്. ഓക്കെ ഓക്കെ ഉം. ഓക്കെ നിങ്ങളുടെ ഓക്കെ കല്ലറ. വേറെ അപ്പൊ ഈ കാണിക്കുന്നതോ അമേരിക്കയിലെ സാഹിബിനെ നാട്ടുകാരെ പറ്റിക്കാനുള്ളതാണ്. പണം ഉണ്ടാക്കാൻ. ഇതുപോലെ പറ്റിക്കാൻ വേണ്ടി എന്തോന്നറിയാമോ, അവിടെ സൂചിക്കഴുവായിരുന്നു ഇച്ചിരി ഒരു വാതിലും ഉണ്ടാക്കി വെച്ചു. ഇപ്പം നമുക്കത് കാണാം. ഇനി നമുക്ക് റിയാലിറ്റിയിലേക്ക് വരാൻ പോവാം. വി ആർ കമ്മിങ് ബാക്ക് ടു ദ റിയാലിറ്റി. 2000 years ago കർത്താവിന്റെ കാലത്ത് യെരുശലേമിന്റെ മതിലിന് സൂചിക്കുഴവാതിലില്ല. അതാ ഒന്നാമത്തെ ഫാക്ട്. സൂചിക്കുഴവാതിലില്ല. രണ്ടാമത്തെ സത്യം, കർത്താവ് അങ്ങോട്ട് നോക്കിയല്ല സംസാരിച്ചതും. എങ്ങോട്ട് നോക്കി? യെരുശലേമിന്റെ സൂചിക്കുഴവാതിലേക്ക് നോക്കിയല്ല സംസാരിച്ചത്. കർത്താവ് പറഞ്ഞത്, ധനവാൻ സ്വർഗരാജ്യത്തിൽ കടക്കുന്നതിനേക്കാൾ എളുപ്പമാണ് ഒട്ടകം സൂചിക്കുഴയിൽ കൂടെ കടക്കുന്നത്. ഒട്ടകം പിന്നെ സൂചിക്കുഴയിൽ കൂടെ കിടക്കും, പക്ഷെ ധനവാൻ എന്തായാലും സ്വർഗത്തിൽ പോകത്തില്ല. അപ്പം അതെന്തോ അതിൻ്റെ അർത്ഥം? അത് കുറെ കടുത്ത പ്രയോഗമല്ലയോ? നമ്മൾ വീണ്ടും പഴയ പല്ലവി തന്നെ പറയുക. നമ്മളെപ്പോഴും പറയുന്ന സംഗതി ഉണ്ടല്ലോ, കർത്താവ് ഇംഗ്ലീഷുകാരനല്ലായിരുന്നു, ഗ്രീക്കുകാരനും അല്ലായിരുന്നു, അമേരിക്കയിലെ സാഹിബും അല്ലായിരുന്നു, ഒന്നാന്തര യഹൂദൻ. നല്ല ഒന്നാന്തര എബ്രായ ഭാഷയിൽ സംസാരിച്ചു. നമുക്ക് അങ്ങോട്ടൊന്ന് പോകാം. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് എന്തുവാ പറഞ്ഞത്? ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാവും. നമ്മൾ കർത്താവിൻ്റെ കൂടെ നടന്ന് തിരുമൊഴികൾ ഓരോന്നും താൻ പറഞ്ഞ ഭാഷയിൽ ആരോട് പറഞ്ഞു, അവരെന്തർത്ഥമാക്കും, അവർക്ക് എന്തർത്ഥം മനസ്സിലാകും എന്ന് മനസ്സിലാക്കി മാത്രമേ വിശുദ്ധ തിരുവെഴുത്തുകൾ, എസ്പെഷ്യലി സുവിശേഷങ്ങൾ, കുറെ കൂടെ പറഞ്ഞാൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ തിരുമൊഴികൾ പൊരുൾ തിരിക്കാവൂ. വളരെ ഗൗരവമായിട്ട് എടുക്കേണ്ട കാര്യമില്ല. വി ഷുഡ് ടേക്ക് ഇറ്റ് ഫെയർലി സീരിയസ്ലി. അപ്പം എബ്രായ ഭാഷയിൽ 2 വാക്കുകളുണ്ട്. പ്രൊനൗൺസിയേഷൻ ഒരുപാട് സിമിലറാണ്, ചെറിയ ഡിഫറൻസേ ഉള്ളൂ. പക്ഷെങ്കിൽ അത് ഈ വാക്കിൻ്റെ ഒരു അക്ഷരത്തിൻ്റെ അടിയിൽ പലതരത്തിലുള്ള കുത്തിടും. ആ കുത്ത് നോക്കിയിട്ടാണ് ഇത് ആ, ഇ, ഓ, ഉ, എ എന്നൊക്കെ വായിക്കണ്ടേ. ഇപ്പം കാ എന്ന് എഴുതി കാ, അത് കീ എന്ന് വായിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ അടിയിൽ ഒരു സിംഗിൾ കുത്ത് മതി. അത് കോ എന്ന് വായിക്കണമെങ്കിൽ അതിന്റെ മണ്ടയ്ക്ക് ഒരു കുത്ത് മതി. ഒന്ന് വായിക്കണത് അതിന്റെ സൈഡിൽ ഒരു കുത്ത് മതി. മനസ്സിലായി? അത് കെ എന്ന് വായിക്കണത് അതിന്റെ താഴെ 2 കുത്തിട്ട് വെച്ചാൽ മതി. ഇതിന് നിക്കൂത്ത് എന്ന് പറയും. നിക്കൂത്ത്. ഏൻഷ്യൻ ഹീബ്രുവിൽ നിക്കൂത്ത് ഇല്ല. മദറ്റങ്കുകാർക്ക് അത് കണ്ടു കഴിയുമ്പോൾ കായാണ്, കീ ആണ്, കോ ആണ്, കൂ ആണെന്ന് തിരിച്ചറിയാം. പിന്നീട് മറ്റുള്ളവർ ഹീബ്രു പഠിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഈ നിക്കൂത്തൊക്കെ ഇട്ടത്, തിരിച്ചു വായിക്കുന്നതിന് വേണ്ടി. ഗമാൽ, ഗമ്മൽ, ഗമാൽ, ഗമ്മൽ എഴുതുന്ന ഒരുപോലാണ്, സെയിം സ്പെല്ലിംഗ് ആണ്. പക്ഷെ താഴെയുള്ള കുത്തുണ്ടല്ലോ, ഗ മാ, എമ്മിന്റെ താഴെ ഒരു ലൈൻ, ജസ്റ്റ് ഒരു ലൈൻ വരച്ചാൽ ഗമാലെന്നും. ഇനി അതിന്റെ താഴെ ഹൊറിസോൺഷ്യലായിട്ട് 2 കുത്തു കുത്തിയാൽ ഗമ്മൽ എന്നും വായിക്കണം. ഗമാൽ എന്ന് പറഞ്ഞാൽ ഒട്ടകമെന്നാണ്.
സൂചിക്കഴിവിടെ കയറത്തില്ല. ഉം. ഗമ്മൽ എന്ന് പറഞ്ഞാൽ ഒട്ടകമെന്നല്ല. ഉം. ഗമ്മൽ എന്ന് പറഞ്ഞാൽ ആ കാലത്ത് ഈ പായ്ക്കപ്പലാണല്ലോ, പായ്ക്കപ്പല് ഓക്കെ. ഉം. അല്ലേ, സെയിലിങ് അതെ, പായ്ക്കപ്പലാണ്. ശരി. അതെ. ഉം. വലിയ സെയിലില്ലേ പായ കയറ് കൊണ്ടാണ് നിയന്ത്രിക്കുന്നത്. വലിയ കയറ്, ഈ കൈയുടെ വണ്ണമുള്ള വടമാണത്, ഉം. ഉം. വടമാണ്. ഉം. ആ വടം കൊണ്ടാണ് നിയന്ത്രിക്കേണ്ടത്. ഞാനൊരിക്കൽ അങ്ങനെ കപ്പൽ കണ്ടതാ, ഉം. വടമൊക്കെ കണ്ട് പേടിച്ചു പോയ. ഉം. ഈ ഇത്ര വണ്ണമുള്ള ഈ വടമുണ്ടല്ലോ, അതെ, അതെ. ഈ വടം കൊണ്ട് ഈ കപ്പൽ നിയന്ത്രിക്കുന്നതാണ് സാധനം. ഈ വടം എതിലേ കയറത്തില്ല? സൂചിക്കുഴ കൂടെ കയറത്തില്ല. അതെ. മനസ്സിലായോ? യെസ്. ധനവാൻ സ്വർഗരാജ്യത്തിൽ പോകുന്നതിനേക്കാൾ എളുപ്പമാണ് ഈ വടം സൂചിയെ കോർക്കാനെന്ന്. ഗോട്ട് ദ പോയിന്റ്? യെസ്, യെസ്. സൂചിക്കുഴ വാതിലില്ല, ഒട്ടകമില്ല, ഒട്ടകമില്ല, കർത്താവ് അതിൻ്റെ അവിടെ ഇരിക്കുന്നില്ല. യെരുശലേമിൽ അല്ല കർത്താവ്, പെറിയ എന്ന് പറഞ്ഞ് വേറൊരു സ്ഥലത്താണ് പറഞ്ഞത്, വേറൊരു കോണ്ടെക്സ്റ്റാണ്. നമ്മുടെ വ്യാഖ്യാന ശാസ്ത്രം വന്നപ്പോൾ ഒരു ഉഗ്രൻ കൺവെൻഷൻ പ്രസംഗം കിട്ടി. എവിടെയാണ്? ഒട്ടകത്തെ പോലെ ഇന്ന് രാത്രി പതുങ്ങുവാൻ ആര് തയ്യാറാണ്? നിന്റെ ശ്രേഷ്ഠതകളെല്ലാം മാറ്റിവെക്കാൻ ആര് തയ്യാറാണ്? നിലം വരെയും കുനിവാൻ ആര് തയ്യാറാണ്? അതൊക്കെ നല്ല കാര്യമാണ്, വേണമെന്ന്, വേണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ അതല്ലല്ലോ കർത്താവ് ഉദ്ദേശിച്ചത്, ഇല്ലേ? ഈ പിന്നെ വടം എവിടെ കിടക്കുന്നു? ഒട്ടകം എവിടെ കിടക്കുന്നു? സൂചിക്കഴ എവിടെ കിടക്കുന്നു? സൂചിക്കഴ വാതിൽ എവിടെ കിടക്കുന്നു? യെരുശലേം എവിടെ കിടക്കുന്നു? പെറിയ എവിടെ കിടക്കുന്നു? നമ്മൾ ഈ ഇറക്കുന്ന പ്രസംഗങ്ങളും അല്ലെ ബൈബിൾ സ്റ്റഡിയും വിശുദ്ധ തിരുവെഴുത്തുമായിട്ട് കടലും കടലാടിയും പോലുള്ള ബന്ധം പോലും ഇല്ല. ആനയാടുമ്പോൾ എന്ന് പറഞ്ഞ പോലെ കടലും കടലാടിയും പോലുള്ള ബന്ധം പോലും നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളുമായിട്ട് ഇല്ല. പക്ഷെ നമുക്ക് നമ്മുടെ പിന്നിൽ ഒരു BD ഉണ്ട്, MD ഉണ്ട്, MTH ഉണ്ട്, DD ഉണ്ട്, അല്ലെ PhD ഉണ്ട്. പാവം വിശ്വാസത്തിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ മണ്ടത്തരങ്ങളുടെ ഘോഷയാത്ര നടത്തുന്നു, ഇതുങ്ങൾ ദൂത് ഏറ്റെടുക്കുന്നു, വീട്ടിൽ പോകുന്നു, ആശ്വാസം കൈക്കൊള്ളുന്നു. നീ എന്തോ പറയേണ്ടി വെച്ചാൽ എന്താ എനിക്കറിയത്തില്ല. That's all about it. Okay. So it was a real convincing answer. ഇതുവരെ കേട്ടിട്ടില്ലാത്ത ഒരു ഉത്തരവാണ്. ഇതുവരെ കേട്ടില്ലെന്നുള്ള ശരിയാണ്, പക്ഷെ ഇതാ ആദ്യം ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. അത് ആള് കേട്ടില്ലെന്നുള്ളതൊക്കെ എന്റെ കുഴപ്പമല്ല, കർത്താവിന്റെ കുഴപ്പമല്ല. പഠിക്കാൻ ആള് തയ്യാറാകുന്ന അവരവരുടെ കുഴപ്പമാണ്. That's the answer. Okay. So ഈ സെഷൻ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായെന്ന് തോന്നുന്നു. Yes. Once again, thank you very much for your very detailed explanation, sir. No problem. തുടർന്നും പ്രേക്ഷകർ നിങ്ങളുടെ ചോദ്യങ്ങൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വോയിസ് മെസ്സേജ് ആയിട്ടോ ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ടോ അല്ലെങ്കിൽ കമന്റ് ബോക്സിലോ അറിയിക്കാവുന്നതാണ്. നിങ്ങളുടെ ചോദ്യങ്ങളെ ഞങ്ങൾ വളരെ ബഹുമാനിക്കുന്നു. We value and appreciate your comments as well as questions. May God bless you. Thank you once again. Thank you. Thank you very much. Bye. Bye-bye.